പ്രിയപ്പെട്ട കുട്ടികളെ, +2 കെമിസ്ട്രിയിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള സൊല്യൂഷൻസ് 2 വീഡിയോകളിലൂടെ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഉദ്ദേശിക്കുന്നു. അതിൽ ഒന്നാമത്തെ പാർട്ട് വീഡിയോ ആണിത്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൊല്യൂഷൻസ്, ഹെൻറീസ് ലോ, സോളബിലിറ്റി, ദെൻ റൗട്ട്സ് ലോ, ഐഡിയൽ സൊല്യൂഷൻ, നോൺ ഐഡിയൽ സൊല്യൂഷൻ, ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ, അസിയോട്രോപിക് മിക്സ്ചർ എക്സെട്ര തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഷോർട്ട് നോട്ട്സ്, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വേണ്ട ഷോർട്ട് നോട്ട്സ് ഞാൻ പറയുന്നുണ്ട്. കൂടാതെ കഴിഞ്ഞ വർഷങ്ങളിൽ ആ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ കൂടി ഞാൻ നടത്തുന്നുണ്ട്. അതിൽ കൂടുതൽ വേറെ എന്താണ് വേണ്ടത്? ഒരു പാത്രത്തിൽ നിങ്ങൾ സോഡിയം ക്ലോറൈഡ് പ്ലസ് വെള്ളം എടുക്കുക, മറ്റൊരു പാത്രത്തിൽ മഡ് വാട്ടർ ചെളിവെള്ളം എടുക്കുക, മറ്റൊന്ന് നമ്മൾ 916 ഗോൾഡാണ്, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ആഭരണമാണ് 916 ഗോൾഡ്. നീ കേൾക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും സോഡിയം ക്ലോറൈഡ് പ്ലസ് വാട്ടർ ഉണ്ട് അല്ലേ, 2 കമ്പോണൻ്റ് ഉണ്ട്. സോഡിയം ക്ലോറൈഡും ഉണ്ട്, വെള്ളമുണ്ട്, 2 കമ്പോണൻ്റ് ഉണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ പേരാണ് വി കോൾഡ് ആസ് മിക്സ്ചർ. ഇതും മിക്സ്ചറാ, മഡും ഉണ്ട്, വെള്ളമുണ്ട്, മിക്സ്ചറാ. ഇതും മിക്സ്ചർ തന്നെയാണ്. കാരണം 916 ഗോൾഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗോൾഡും ഉണ്ടാവും, അതേപോലെ തന്നെ കുറച്ച് കോപ്പറും ഉണ്ടാവും. റെഡി? ഇത് മിക്സ്ചറാ, ഇത് മിക്സ്ചറാ, ഇത് മിക്സ്ചറാ. പക്ഷെ ഇതെല്ലാം ഒരുപോലത്തെ മിക്സ്ചർ അല്ല. നിങ്ങളൊരു കാര്യം ചെയ്യുക, കുറച്ച് ഉപ്പുവെള്ളം എടുക്കുക, ഇവിടുന്ന് കുറച്ച് ഉപ്പുവെള്ളം എടുത്തിട്ട് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കുക, ഇവിടുന്ന് കുറച്ച് ഉപ്പുവെള്ളം എടുത്ത് പ്രോപ്പർട്ടീസ് നോക്കുക. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടുത്തെ പ്രോപ്പർട്ടീസും സെയിം ആണ്. അത്തരം മിക്സ്ചറിന് ഒരു പേരുണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് വി കോൾ ഇറ്റ് ആസ്, എന്താ പറയുക, ഹോമോജീനിയസ് മിക്സ്ചർ എന്നാണ് പറയുക. ഹോമോജീനിയസ് മിക്സ്ചർ. അതേസമയം കുറച്ച് ചെളിവെള്ളം എടുക്കുക, കുറച്ച് നേരം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ചളി മിക്കവാറും ഇവിടെ ഇങ്ങനെ സെറ്റിൽ ചെയ്യും. അതേസമയം വെള്ളം മേലെ ഉണ്ടാവും. അങ്ങനെയാകുമ്പോൾ ഇവിടുന്ന് കുറച്ച് എടുക്കുക, ഇവിടുന്ന് കുറച്ച് എടുക്കുക. എന്താ പ്രോപ്പർട്ടീസ് നോക്കുകയാണെങ്കിൽ സെയിം ആയിരിക്കോ ഡിഫറെൻ്റ് ആയിരിക്കോ? ഡിഫറെൻ്റ് ആയിരിക്കും. ദോ ദിസ് ഈസ് നോൺ ആസ് എന്ത് മിക്സ്ചർ എന്നാ പറയുക? ഹെട്രോജീനിയസ് മിക്സ്ചർ എന്നാണ് പറയുക. അതേസമയം 916 ഗോൾഡ് എടുക്കുക, ഒരു സ്വർണ്ണാഭരണം എടുക്കുക, ഇവിടുന്ന് കുറച്ചെടുക്കുക, ഇവിടുന്ന് കുറച്ചെടുക്കുക, ഇവിടുന്ന് കുറച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മളൊന്ന് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടുത്തെ പ്രോപ്പർട്ടി തന്നെയായിരിക്കും ഇവിടുത്തെ പ്രോപ്പർട്ടീസും. അങ്ങനെയാണെങ്കിൽ ഹോമോജീനിയസ് ആണോ ഹെട്രോജീനിയസ് ആണോ? എഗെയിൻ എന്ത് മിക്സ്ചർ തന്നെയാണ്? ഹോമോജീനിയസ് മിക്സ്ചർ തന്നെയാണ്. ഹോമോജീനിയസ് മിക്സ്ചറാണ്. ഈ ഹോമോജീനിയസ് മിക്സ്ചറുകളെ പറയുന്ന പേരാണ് വി കോൾ ഇറ്റ് ആസ് വാട്ട്? സൊല്യൂഷൻ എന്നാണ് പറയാം. അപ്പോൾ സൊല്യൂഷൻ എക്സാമ്പിളായിട്ട് ഒന്ന് സോഡിയം ക്ലോറൈഡ് പ്ലസ് വാട്ടർ സൊല്യൂഷൻ എക്സാമ്പിളാണ്. ഇതും ഒരു എന്ത് തന്നെയാണ്? സൊല്യൂഷൻ തന്നെയാണ്. സൊല്യൂഷൻ എപ്പോഴും ലിക്വിഡ് സ്റ്റേറ്റ് ആവണമെന്ന് നിർബന്ധമില്ല. ഇറ്റ് മേ ബി ലിക്വിഡ് സ്റ്റേറ്റ്, സോളിഡ് സ്റ്റേറ്റ് ഓർ ഗ്യാഷ്യസ് സ്റ്റേറ്റ്, ബട്ട് ദ കണ്ടീഷൻ ഇസ് ദാറ്റ് ഇറ്റ് ഷുഡ് ബി എ ഹോമോജീനിയസ് മിക്സ്ചർ ആണ്. ഇനി ഒരു സൊല്യൂഷനിൽ അടങ്ങിയിരിക്കുന്ന കമ്പണന്റുകൾ 2 മാത്രമേ ഉള്ളൂ എങ്കിൽ, ഈ കേസിൽ 2 കമ്പണന്റ് മാത്രമേ ഉള്ളൂ. ഇവിടെയും ഗോൾഡും കോപ്പറും മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ORS ലായനിയാണെങ്കിൽ നിങ്ങൾക്കറിയാം അവിടെ സോഡിയം ക്ലോറൈഡ് ഉണ്ട്, പിന്നെ പഞ്ചസാരയുണ്ട്, വെള്ളമുണ്ട്, 3 കമ്പണന്റ് ഉണ്ട്. ഇനി നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കാൻ പോകുന്ന 2 കമ്പണന്റുകൾ മാത്രം അടങ്ങിയ സൊല്യൂഷനെ പറ്റിയിട്ടാണ്. അത്തരം സൊല്യൂഷന് പറഞ്ഞ പേരാണ് വി കോൾ ഇറ്റ് ആസ് എന്ത് സൊല്യൂഷൻ എന്നാണ് പറയാ? ബൈനറി സൊല്യൂഷൻ എന്നാണ് നമ്മൾ പറയാ. ഓക്കെ, ഒരു ബൈനറി സൊല്യൂഷനിൽ 2 കമ്പണന്റ്സ് ഉണ്ട്. അതിൽ ഒരാളെ നമുക്കൊരു പേര് പറയാം സോൾവെന്റ് എന്ന് പറയാം, മറ്റേ പറയാം സൊല്യൂട്ട് എന്ന് പറയാം. ഇനി എന്താണ് സോൾവെന്റ്, സൊല്യൂട്ട്? ജസ്റ്റ് നത്തിങ് ബട്ട് ദി കമ്പണന്റ് വിച്ച് ഈസ് പ്രസന്റ് ഇൻ എക്സസ്, അതായത് കൂടുതലുള്ള കമ്പണന്റ് ആരാണോ അതാണ് സോൾവെന്റ്. ദി കമ്പണന്റ് വിച്ച് ഈസ് പ്രസന്റ് ഇൻ ലെസ് ക്വാണ്ടിറ്റി വി കോൾ ഇറ്റ് ആസ് എന്തെന്ന് പറയും? സൊല്യൂട്ട് എന്നും പറയും. ഉദാഹരണം നോക്കാം. നിങ്ങൾ കുറേ വെള്ളം എടുത്ത് അതിൽ കുറച്ച് ഉപ്പ് ഇടുക. അപ്പോൾ ഉപ്പ് വെള്ളമാണ് അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും അതിൽ കൂടുതൽ വെള്ളമല്ലേ ഉള്ളത്? ഇപ്പോൾ വെള്ളമാണ് സോൾവെന്റ്, ഇവിടുത്തെ ഉപ്പാണ് അവിടുത്തെ സൊല്യൂട്ട്, NaCl. 916 ഗോൾഡ് ഈസ് നത്തിങ് ബട്ട് നിങ്ങളോട് പറഞ്ഞു ഗോൾഡും ഉണ്ട്, കോപ്പറും ഉണ്ട്. ഏകദേശം 91.6% ഗോൾഡും ബാക്കി 8% എന്തുമാണ്? ദാറ്റ് ഈസ് കോപ്പറുമാണ്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ ഗോൾഡാണ്. ഇപ്പോൾ ഗോൾഡാണ് ഇവിടുത്തെ സോൾവെന്റ്, ഇവിടെ മറ്റേ കോപ്പർ സൊല്യൂട്ടായിട്ട് എടുക്കാൻ പറ്റും. 50 ml വെള്ളവും 10 ml C2H5OH ആൽക്കഹോൾ മിക്സ് ആക്കുക. 50 ml 10 ml ആണേ. നമുക്ക് വെള്ളമല്ലേ ഇവിടെ കൂടുതലുള്ള, വെള്ളം ഇവിടെ സോൾവെന്റ് ആയിരിക്കും, അതേപോലെ തന്നെ ആൽക്കഹോൾ അവിടുത്തെ സൊല്യൂട്ടും ആയിരിക്കും കേട്ടോ. നേരെ തിരിച്ച് 10 ml വെള്ളവും 50 ml ആൽക്കഹോൾ ആയിക്കോട്ടെ. അപ്പോൾ ആൽക്കഹോളാണ് കൂടുതലുള്ളത്. അപ്പോൾ ആൽക്കഹോളാണ് ആ സമയത്ത് ആര്? സോൾവെന്റ്.
വെള്ളം ആരുമായിരിക്കും? സൊല്യൂട്ടും ആയിരിക്കും. ഇനി മനസ്സിലാക്കുക, ഈ സോൾവെന്റ് സൊല്യൂട്ടുകളും ഇറ്റ് മേ ബി സോളിഡ് ആകാം, ലിക്വിഡ് ആകാം, ഗ്യാസ് ആകാം. സോളിഡോ ലിക്വിഡോ ഗ്യാസ് ആകാം. Therefore, you can see that അതേപോലെ തന്നെ സൊല്യൂട്ടും സോളിഡോ ലിക്വിഡോ ഗ്യാസ് ആകാം. അതുകൊണ്ട് തന്നെ 9 ടൈപ്സ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സൊല്യൂഷൻസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം അടുത്തത്. ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ വെച്ചിട്ട് നിങ്ങൾ ഈ കാര്യം നോട്ട് ചെയ്ത് വെക്കുക. സൊല്യൂഷൻ ഈസ് എ ഹോമോജിനസ് മിക്സ്ചർ ഓഫ് 2 or more കമ്പോണൻറ്റ്. ആ കാര്യം പറയണം. അതിനുശേഷം ഇഫ് ദ സൊല്യൂഷൻ കണ്ടെയ്ൻസ് 2 കമ്പോണൻറ്റ് ദെൻ ഇറ്റ് ഈസ് കോൾഡ് ബൈനറി സൊല്യൂഷൻ എഴുതി വെക്കുക. ദെൻ ദി കമ്പോണൻറ്റ് പ്രസൻറ്റ് ഇൻ ലാർജ് ക്വാണ്ടിറ്റി ഈസ് നോൺ ആസ് സോൾവെൻറ്റ് ആൻഡ് ദി അതർ ഈസ് നോൺ ആസ് സൊല്യൂട്ട് എന്ന കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. ഐ ടോൾഡ് യു ദാറ്റ് depending upon the nature of solvent and solute, there are 9 combination or 9 different types of solution is available. First one, sugar in water. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ എക്സാമ്പിൾസ് ആദ്യം പറയാം, എന്നിട്ട് സൊല്യൂട്ട് സോൾവെന്റ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. ഷുഗർ ഇൻ വാട്ടറിൽ സൊല്യൂട്ട് സോളിഡ് അല്ലെ, പഞ്ചസാരയാണ്. സോൾവെന്റ് ലിക്വിഡാ, വെള്ളമാണ്. എത്തനോൾ ഇൻ വാട്ടർ ആണെങ്കിൽ കുറേ വെള്ളം എടുത്തു അതിൽ കുറച്ച് ആൽക്കഹോൾ ലയിപ്പിക്കുകയാണെങ്കിൽ അവിടുത്തെ ആൽക്കഹോൾ ആയിരിക്കും അവിടുത്തെ സൊല്യൂട്ട്. ആൽക്കഹോൾ ഈസ് എ ലിക്വിഡ് ആണ്. വെള്ളം ഓൾറെഡി ലിക്വിഡ് തന്നെയാണ്. ഓക്സിജൻ ഇൻ വാട്ടർ, ഓക്സിജൻ മീൻസ് ഗ്യാസ് ആണ്, വെള്ളത്തിൽ ലയിപ്പിക്കുക. ഓക്സിജൻ ഇൻ വാട്ടർ. ഇനി ക്യാംഫർ ഇൻ നൈട്രജൻ ഗ്യാസ്. ഈ കേസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ക്യാംഫർ സോളിഡ് പാർട്ടിക്കിൾസ് ആണ്, ആ നൈട്രജൻ ഗ്യാസിൽ ലയിച്ചിരിക്കുന്നു. അപ്പോൾ ക്യാംഫർ കുറച്ച് മാത്രമേ ഉള്ളൂ, നൈട്രജൻ ഗ്യാസ് കുറേ ഉണ്ട്. ഇനി ക്ലോറോഫോം ഇൻ എയർ, നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ ക്ലോറോഫോം ഒരു ലിക്വിഡാണ്, അത് എയർ മീൻസ് ഗ്യാസ് ആണ്. നൈട്രജൻ ആൻഡ് ഓക്സിജൻ, അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നൈട്രജനാണ് കൂടുതൽ ഉണ്ടാവുക. നൈട്രജനെ നമുക്ക് എന്താക്കി എടുക്കാം? സോൾവെന്റ് ആക്കി എടുക്കാം. കുറച്ച് ഓക്സിജനും, ദാറ്റ് ഈസ് 21% ഓക്സിജനും 78% നൈട്രജനുമാണ് അറ്റ്മോസ്ഫിയറിലുള്ള കാര്യം ഞങ്ങൾക്ക് അറിയാം. അപ്പോൾ നൈട്രജനും ഓക്സിജനും കൂടി ചേർന്നാലും എന്ത് തന്നെയാണ്? സൊല്യൂഷൻ തന്നെയാണ്. 916 ഗോൾഡ്, അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു 8.4% എന്തുണ്ടാവും എന്നറിയാം? കോപ്പറും ബാക്കി 91.6% ഗോൾഡും ചേർന്നാലാണ് ഇവൾ ഗെറ്റ് 916 ഗോൾഡ് കിട്ടുക. അപ്പം കുറച്ച് കോപ്പറാണുള്ളത്. ഇപ്പോൾ സോളിഡ്, ഇത് സോളിഡ് കേട്ടോ. അമാൽഗം എന്ന് വെച്ചാൽ മെർക്കുറി ഉണ്ടാവും. മെർക്കുറി കുറേ മെറ്റൽസിൽ, ഫോർ എക്സാമ്പിൾ സോഡിയം അമാൽഗാണെങ്കിൽ, സോഡിയം എന്ന് പറഞ്ഞാൽ സോളിഡ് വസ്തുവാണ് അല്ലേ, അതിൽ ലിക്വിഡ് അവസ്ഥയിലുള്ള മെർക്കുറി ചേർക്കുമ്പോൾ കിട്ടുന്ന വസ്തുവാണ് വി കോൾഡ് ആസ് അമാൽഗം. അങ്ങനെയാകുമ്പോൾ മെർക്കുറി സൊല്യൂട്ട് കുറച്ച് മാത്രമേ മെർക്കുറി ചേർക്കുന്നുള്ളൂ. ഇവിടുത്തെ സോഡിയം കുറേ ഉണ്ട്, അതുകൊണ്ട് അതിനെ നമുക്ക് എന്താക്കി എടുക്കാം? സോൾവെന്റ് ആക്കി എടുക്കാം. ഹൈഡ്രജൻ ഇൻ പലയിടയും, ഐ മീൻസ് ഹൈഡ്രജൻ എന്ന് വെച്ചാൽ ഗ്യാസ് ആണ്, എന്തിൽ ലയിപ്പിക്കുക? പലയിടത്തിൽ ലയിപ്പിക്കുക. ഇനി ഒരു കാര്യം ചെയ്യാം, ഈ ആദ്യം പറഞ്ഞിരിക്കുന്ന 3 ഞാനൊരു യെല്ലോ കളറിലാണ് കൊടുത്തിരിക്കുന്നത്. പഞ്ചസാര വെള്ളവും ആൽക്കഹോൾ വെള്ളവും ഓക്സിജൻ വെള്ളവും ആണെങ്കിൽ 3ന്റെ അവസ്ഥ എന്തവസ്ഥയിലാണ് ഉണ്ടാവുക? ലിക്വിഡ് സ്റ്റേറ്റിലല്ലേ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ 3 പേരെ നമുക്ക് എന്ത് സൊല്യൂഷൻ എന്ന് പറയാൻ പറ്റും? ലിക്വിഡ് സൊല്യൂഷൻ എന്ന് പറയാൻ പറ്റും. അതേസമയം ഇതിൻ്റെ അവസ്ഥ ക്യാംഫർ ഇൻ നൈട്രജൻ ഗ്യാസും ക്ലോറോഫോം ഇൻ എയർ ഒക്കെ ഗ്യാസ് രൂപത്തിലാണ് കാണപ്പെടുക. Therefore they are known as എന്ത് സൊല്യൂഷൻ എന്നാ പറയുക? ഗ്യാസ് സൊല്യൂഷൻ എന്ന് പറയാൻ പറ്റും. ഇവന്മാരൊക്കെ സോളിഡ് സ്റ്റേറ്റിലാണ് കാണപ്പെടുക. Therefore they are known as എന്താ പറയുക? സോളിഡ് സൊല്യൂഷൻ എന്നും ജനറലി പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഒരു സൊല്യൂഷൻ്റെ അതിൻ്റെ ഫിസിക്കൽ ഫേസ് അല്ലെങ്കിൽ അതിൻ്റെ സ്വഭാവം തീരുമാനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം ആർക്കാണ്? സോൾവെൻ്റാണ്. സോൾവെൻ്റാണ് തീരുമാനിക്കുക അത് ലിക്വിഡ് സ്റ്റേറ്റിൽ നിൽക്കണോ, സോളിഡ് സ്റ്റേറ്റിൽ നിൽക്കണോ, ഗ്യാസ് സ്റ്റേറ്റിൽ നിൽക്കണോ എന്നുള്ള കാര്യം. ഓക്കെ, ഇനി ഒരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാൻ നിങ്ങൾക്കറിയാം, ടെമ്പറേച്ചർ എക്സ്പ്രസ് ചെയ്യാൻ ഡിഫറെൻറ്റ് വേസ് ഉണ്ട് അല്ലേ. അതുപോലെ ഒരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാൻ വ്യത്യസ്ത വഴികളുണ്ട്. മാസ് പെർസെൻറ്റേജ്, മോൾ ഫ്രാക്ഷൻ, മൊളാരിറ്റി, മൊളാലിറ്റി. ഇതിനെപ്പറ്റി നിങ്ങൾ ഓൾറെഡി ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെയാണ് മാസ് പെർസെൻറ്റേജ്. അപ്പം മാസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇഫ് എ സൊല്യൂഷൻ കണ്ടെയ്ൻസ് A gram A and B gram B, then percentage of A is given by A plus B into 100. Percentage of B is equal to B by A plus B into 100. For example, അതിലൊരു 2 gram എയും ഉണ്ടെന്നിരിക്കുക, അതേപോലെ തന്നെ ഒരു 5 gram ബിയും ഉണ്ടെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് എ കാണാൻ വളരെ എളുപ്പത്തിൽ ചെയ്യാം. ദാറ്റ് ഈസ് 2 by, അപ്പോൾ എയുടെ പെർസെൻറ്റേജ് ആണ് കാണേണ്ടത്. 2 by ദാറ്റ് ഈസ് 2 + 5 into 100 കൊടുത്താൽ പെർസെൻറ്റേജ് ഓഫ് എ കിട്ടും. പെർസെൻറ്റേജ് ഓഫ് ബി കാണാൻ വളരെ സിമ്പിളായിട്ട് യു ക്യാൻ സേ ദാറ്റ് ഈസ് 5 that is 5 divided by
ദാറ്റ് ഈസ് 2 + 5 × 100 ആയിരിക്കും. എപ്പോഴും രണ്ടുപേരുടെയും പെർസെൻറ്റേജ് കൂട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ എത്ര കിട്ടുകയും ചെയ്യണം? 100 കിട്ടുകയും ചെയ്യണം. ഓക്കെ. രണ്ടാമത്തെ ടേമാണ് പാർട്സ് പെർ മില്യൺ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് എന്തെന്നും പറയുന്ന അറിയോ? PPM എന്നും പറയാം കേട്ടോ. പാർട്സ് പെർ മില്യൺ. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. PPM ഓഫ് എ ആണെങ്കിൽ A/A+B ഇൻറ്റു നേരത്തെ 100 പകരം നിങ്ങൾ മില്യൺ കൊടുക്കുക. ദാറ്റ് ഇസ് 10⁻6 കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ ഇതെപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഒരു സൊല്യൂഷൻ ഉണ്ട്, അതിൽ A ഉണ്ട്, അതേപോലെ തന്നെ B ഉണ്ട്. എയുടെ എമൗണ്ട് 0.001 ഗ്രാം, അതേപോലെ തന്നെ ബിയുടെ എമൗണ്ട് ഒരു 1000 ഗ്രാം ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അത്തരം സൊല്യൂഷൻ പറയുന്ന പേരാണ് വി കോൾ ഇറ്റ് ആസ് വെരി ഡയലൂട്ട് സൊല്യൂഷൻ എന്നാണ് പറയുക. അപ്പോൾ ഈ വെരി ഡയലൂട്ട് സൊല്യൂഷനിൽ നിങ്ങൾ പെർസെൻറ്റേജ് കണ്ടു കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ വളരെ സ്മോൾ വാല്യൂ ആയിരിക്കും. അതിനെ കുറച്ചും കൂടി ഒന്ന് വലുതാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ 100 പകരം 10⁻6 നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെയാകുമ്പോൾ ഇത് ചെയ്യുമ്പോൾ എയുടെ വാല്യൂ 0.001 ഡിവൈഡഡ് ബൈ ബിയുടെ വാല്യൂ ചെയ്യുമ്പോൾ 0.001 പ്ലസ് 1000 എന്ന് കൊടുക്കുക അല്ലേ. 1000 ഇൻറ്റു എത്ര? 10⁻6 എന്ന് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ 1000ൻ്റെ കൂടെ 0.001 കൂട്ടിയ കാര്യമായ മാറ്റമൊന്നും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഈ 0.001 നമുക്ക് എന്ത് ചെയ്യാം? നെഗ്ലക്റ്റ് ചെയ്യാം. പക്ഷേ ഇതിനെ നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റുകയില്ല. അതുകൊണ്ട് നമുക്ക് ചെയ്യുന്ന ആൻസർ 0.001 ഡിവൈഡഡ് ബൈ 1000 ഇൻറ്റു 10⁻6 ചെയ്താൽ കുറച്ചും കൂടി ഒരു വലിയ വാല്യൂ കിട്ടും. അങ്ങനെ വലിയ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് പെർസെൻറ്റേജിന് പകരം നമ്മൾ എന്ത് ഉപയോഗിക്കുന്ന? പാർട്സ് പെർ മില്യൺ. എങ്ങനത്തെ സൊല്യൂഷന്? വെരി ഡയലൂട്ട് സൊല്യൂഷൻ്റെ കേസിൽ പാർട്സ് പെർ മില്യൺ ആണ് നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ. മൂന്നാമത്തെ ടേമാണ് ദാറ്റ് ഇസ് സ്മോൾ ഫ്രാക്ഷൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമാണ്. ഇത് പലപ്പോഴായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇഫ് എ സൊല്യൂഷൻ കണ്ടെയ്ൻസ് NA മോൾ ഓഫ് A ആൻഡ് NB മോൾ ഓഫ് B ആണെങ്കിൽ ദെൻ XA അല്ലെ കൈ എന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. XA പക്ഷെ നിങ്ങൾ ഈ ടെക്സ്റ്റ് ബുക്കിൽ XA ആണ് ഉപയോഗിക്കുന്നത്. XA ഈക്വൽ ടു NA/NA + NB, XB ഈക്വൽ ടു NB/NA + NB. നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. XAയും SBയും കൂട്ടിയ എത്ര കിട്ടുകയും ചെയ്യണം? 1 കിട്ടുകയും ചെയ്യണം. ഓക്കെ, ദാറ്റ് യു നോ. ഇനി നിങ്ങളുടെ +2 പരീക്ഷയിൽ ചോദിച്ചൊരു ചോദ്യമാണ് കേട്ടോ, മോൾ ഫ്രാക്ഷൻ സംബന്ധിച്ചിടത്തുള്ള. The mole fraction of water in a mixture containing equal number of moles of ആരൊക്കെ? വാട്ടർ ഉണ്ട്, അതേപോലെ തന്നെ എത്തനോൾ, ഈസ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിളാണ്. ഈക്വൽ നമ്പർ ഓഫ് മോൾസ് അല്ലേ പറഞ്ഞേ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, NWയുടെ വാല്യൂ നിങ്ങൾ 1 ആക്കി എടുക്കുക. ഈക്വൽ ആണ് എടുക്കണം. N ഓഫ് ആൽക്കഹോളിൻ്റെ വാല്യൂ എത്ര എണ്ണാക്കി എടുക്കുക? 1 എടുക്കുക. എന്നോട് ചോദിക്കുന്നത് മോൾ ഫ്രാക്ഷൻ ഓഫ് വാട്ടർ അല്ലേ ചോദിച്ചേ. അപ്പോൾ X ഓഫ് വാട്ടർ ഈസ് ഈക്വൽ ടു ദാറ്റ് ഈസ് N ഓഫ് വാട്ടർ ഡിവൈഡഡ് ബൈ N ഓഫ് വാട്ടർ പ്ലസ് N ഓഫ് ആൽക്കഹോൾ. അങ്ങനെയാകുമ്പോൾ 1 ദാറ്റ് ഈസ് 1 + 1 യു വിൽ ഗെറ്റ് ദി ആൻസർ ഈസ് ഈക്വൽ ടു 1/2. അതാണ് അവിടുത്തെ X ഓഫ് ആൽക്കഹോൾ. അങ്ങനെയാകുമ്പോൾ X ഓഫ് വാട്ടർ, X ഓഫ് ആൽക്കഹോൾ എത്ര തന്നെയായിരിക്കും? 1/2 തന്നെയായിരിക്കും. ഓക്കെ. നാലാമത്തെ കോൺസെൻട്രേഷൻ ടേംസ് ആണ് മൊളാരിറ്റി. ഇതിന്റെ ഡെഫിനിഷൻ എങ്ങനെയാണ് പഠിച്ചത്? ഇറ്റ് ഈസ് ദി നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ ലിറ്റർ ഓഫ് ദി സൊല്യൂഷൻ. പക്ഷെ നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇതാണ് ഓർത്ത് വെച്ച് നോക്കുക. വെയിറ്റ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മോളിക്കുലർ വെയിറ്റ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു 1000 ഡിവൈഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ml. എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു പാത്രത്തിൽ ദാറ്റ് ഈസ് ഒരു 100 ml സൊല്യൂഷൻ എടുക്കുക. 100 ml സൊല്യൂഷൻ എടുക്കുക. അതിൽ ഒരു 5 ഗ്രാം NaOH ലയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എത്രയാണ് അതിൻ്റെ മൊളാരിറ്റി എന്ന് ചോദിച്ചാൽ, അപ്പോൾ ഇവിടുത്തെ വെയിറ്റ് ഓഫ് സൊല്യൂട്ട് എത്ര ആക്കി എടുക്കുക? 5 ആക്കി എടുക്കുക. NaOHൻ്റെ മോളിക്കുലർ വെയിറ്റ് ആണ്, ദാറ്റ് ഈസ് അതിൻ്റെ വാല്യൂ 40. അത് ഒരു പക്ഷേ എനിക്ക് തരും. ഇൻറ്റു 1000 അവിടെ തന്നെ ഉണ്ടാവുക ഡിവൈഡഡ് ബൈ ഈ സൊല്യൂഷൻ 100 ml ഉള്ളത് താഴത്ത് 100 കൊണ്ട് കൊടുത്താൽ കിട്ടുന്ന ആൻസർ ആയിരിക്കും ഈ സൊല്യൂഷൻ്റെ മൊളാരിറ്റി. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അഞ്ചാമത്തെ കോൺസെൻട്രേഷൻ ടേം ആണ് മൊളാലിറ്റി. ദാറ്റ് ഈസ് സ്മോൾ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുക. ഡെഫിനിഷൻ എങ്ങനെയാണ് പഠിച്ചാൽ ഇറ്റ് ഈസ് ദി നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ 1 കിലോഗ്രാം ഓഫ് എന്തെന്ന് പറയുക? സോൾവെന്റ്. നേരത്തെ പറഞ്ഞത് നമ്മൾ വ്യത്യാസം ഇതാണ്. നേരത്തെ പറഞ്ഞത് 1 ലിറ്റർ എന്നാണ് പറഞ്ഞത്. സോൾവെന്റിന് പകരം എന്താ പറയേണ്ടത്? സൊല്യൂഷൻ എന്നാണ് പറയേണ്ടത്. ഇവിടെ 1 കിലോഗ്രാം എന്ന് പറയണം, സോൾവെന്റ് എന്നും പറയണം. ഇപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഞാനൊരു പാത്രത്തിൽ ഒരു 500 ഗ്രാം വെള്ളം എടുത്തു. 500 ഗ്രാം വെള്ളം എടുത്തു. അതിലേക്കൊരു 10 ഗ്രാം NaOH ലയിപ്പിച്ചെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മൊളാലിറ്റി കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ദാറ്റ് ഇസ് മൊളാലിറ്റി ഈസ് ഈക്വൽ ടു 10 ഗ്രാം NaOH ലയിപ്പിച്ച് അപ്പോൾ വെയിറ്റ് ഓഫ് സൊല്യൂട്ട് 10 ഡിവൈഡഡ് ബൈ മോളിക്കുലർ വെയിറ്റ് എത്ര നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു? 40 അല്ലേ. അങ്ങ് തരും ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ
എത്ര? ദാറ്റ് ഈസ് 500 ഉണ്ടാവും. 500 gram ആണ് വെള്ളം എടുത്തിരിക്കുന്നത്. ദാറ്റ് ഈസ് വെയിറ്റ് ഓഫ് സോൾവെൻറ്റ് ഇൻ ഗ്രാം ആണ്. അപ്പോൾ അത് അഥവാ നിങ്ങളിവിടെ 1000 ഉപയോഗിക്കുന്നില്ലെങ്കിൽ വെയിറ്റ് ഓഫ് സോൾവെൻറ്റ് ഇൻ കിലോഗ്രാം ചെയ്യണം. പക്ഷേ നിങ്ങൾ 1000 ഉപയോഗിച്ച് പ്രോബ്ലം ചെയ്യുന്ന തെറ്റിപ്പോവില്ല. അപ്പം കിട്ടുന്ന വാല്യൂ ആയിരിക്കും അതിൻ്റെ മൊളാലിറ്റി. അപ്പോൾ നമ്മൾ കുറേ ടേംസ് പറഞ്ഞില്ലേ ഈ കോൺസെൻട്രേഷന്, അതിൽ കുറച്ച് പേര് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണ്, കുറച്ച് പേര് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് അല്ല. ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് അല്ലാത്ത ഒരു ടേമാണ് ദാറ്റ് ഈസ് മൊളാലിറ്റി. അതേസമയം മൊളാരിറ്റി ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ആണ്. അതിൻ്റെ കാരണം ഇത്ര മാത്രമേ ഉള്ളൂ, മൊളാരിറ്റിയിൽ വോളിയം ഉണ്ട്, ആ വോളിയം ചേഞ്ചസ് വിത്ത് ടെമ്പറേച്ചർ. പക്ഷേ മൊളാലിറ്റിയിൽ വോളിയം ഇല്ല, വെയിറ്റ് മാത്രമേ ഉള്ളൂ. ഒരിക്കലും തന്നെ വെയിറ്റ് എന്തിനനുസരിച്ച് മാറൂല, ടെമ്പറേച്ചർ അനുസരിച്ച് മാറൂല. അതേസമയം വോളിയം ടെമ്പറേച്ചറിനനുസരിച്ച് മാറും. ദഫോ വോളിയം ചേഞ്ച് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി മൊളാലിറ്റിയും ചേഞ്ച് ചെയ്യും. പക്ഷേ മൊളാലിറ്റി ചേഞ്ച് ചെയ്യില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മൊളാലിറ്റി ഈസ് എ ടെമ്പറേച്ചർ ഇൻഡിപെൻഡൻറ്റ് കോൺസെൻട്രേഷൻ ടേം. ഓക്കെ, ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ കിലോഗ്രാം ഓഫ് സോൾവെൻറ്റ്. അപ്പോൾ സോൾവെൻ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്, കിലോഗ്രാം ആണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ മോൾ ഫ്രാക്ഷൻ ആണോ, മൊളാലിറ്റി ആണോ, മൊളാരിറ്റി ആണോ, മൊളാർ മാസ് ആണോ? എന്താണ്? മൊളാലിറ്റിയാണ്. വളരെ സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി പിന്നെ നിങ്ങളുടെ എക്സാമിന് ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് മൊളാലിറ്റി ആൻഡ് മോൾ ഫ്രാക്ഷൻ ആർ സം മെത്തേഡ് ഓഫ് എക്സ്പ്രസിങ് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ. വിച്ച് ഓഫ് ദീസ് ആർ ടെമ്പറേച്ചർ ഇൻഡിപെൻഡൻറ്റ്? അപ്പം വോളിയം വരാത്ത എല്ലാ ടേംസുകളും ടെമ്പറേച്ചർ ഇൻഡിപെൻഡൻ്റാണ്. മൊളാലിറ്റിയിൽ വോളിയം വരുന്നുണ്ട്, അപ്പം ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണ്. മൊളാലിറ്റിയിൽ വെയിറ്റ് മാത്രമേ ഉള്ളൂ, അപ്പോൾ ടെമ്പറേച്ചർ ഇൻഡിപെൻഡൻ്റാണ്. മോൾ ഫ്രാക്ഷനിലും വെയിറ്റ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് മോൾ ഫ്രാക്ഷനും ടെമ്പറേച്ചർ എന്താണ്? ടെമ്പറേച്ചർ ഇൻഡിപെൻഡൻ്റ് ആണ്. ഓർത്തോക്കണേ, മോൾ ഫ്രാക്ഷനും ടെമ്പറേച്ചർ ഇൻഡിപെൻഡൻ്റാണ്. ഇനി അടുത്ത വിച്ച് ഓഫ് ദീസ് ആർ ടെമ്പറേച്ചർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ മോൾ ഫ്രാക്ഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നിങ്ങൾ ആൻസർ ചെയ്യാം. എ മിക്സ്ചർ കണ്ടെയ്ൻ 3.2 gram of methanol, molecular mass 32U, and 4.6 gram of ethanol, molecular mass 46. Find the mole fraction of each component. അങ്ങനെയാകുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം, ഇവിടെ നമ്പർ ഓഫ് മോൾസ് തന്നിട്ടില്ല. എന്താ തന്നിട്ടുള്ളത്? വെയിറ്റ് മാത്രമേ തന്നിട്ടുള്ളൂ. അതുകൊണ്ട് ആദ്യം നമ്മൾ നമ്പർ ഓഫ് മോൾസ് ആക്കി മാറ്റണതിന്. അപ്പോൾ എൻ ഓഫ് മെത്തനോൾ ഈസ് ഈക്വൽ ടു എങ്ങനെ ചെയ്യുമെന്ന് അറിയാം. തന്ന വെയിറ്റ് W ഡിവൈഡ് ബൈ മോളിക്കുലർ വെയിറ്റ് ആണ് നമ്പർ ഓഫ് മോൾസ്, നിങ്ങൾക്കറിയാം. തന്ന വെയിറ്റ് എത്രയാ? 3.2 ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ് എത്രയാ? 32. അങ്ങനെയാകുമ്പോൾ വിൽ ഗെറ്റ് 0.1. അതേപോലെ എൻ ഓഫ് എന്തും കാണുക, എത്തനോളും കാണുക. എത്തനോൾ കാണുമ്പോൾ എത്രയാ? 4.6 ഡിവൈഡഡ് ബൈ 46, യു വിൽ ഗെറ്റ് 0.1 കിട്ടും. അങ്ങനെയാകുമ്പോൾ എക്സ് ഓഫ് മെത്തനോൾ കാണാൻ 0.1 ഡിവൈഡഡ് ബൈ 0.1 പ്ലസ് 0.1 ചെയ്താൽ എക്സ് ഓഫ് മെത്തനോൾ കിട്ടും. അതേപോലെ തന്നെ എക്സ് ഓഫ് എത്തനോൾ കാണാൻ സെയിം ഇക്വേഷൻ തന്നെ 0.1 ഡിവൈഡ് ബൈ 0.1 പ്ലസ് 0.1 ചെയ്യുമ്പോൾ നമുക്ക് എക്സ് ഓഫ് എത്തനോളും കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോളബിലിറ്റി ഓഫ് സോളിഡ് ഇൻ ലിക്വിഡ് ആണ്. ഒരു സോളിഡ് വസ്തു ലിക്വിഡ് ലയിക്കുന്ന പ്രത്യേകത. എന്താണ് സോളബിലിറ്റി എന്ന വാക്കിൻ്റെ അർത്ഥം? ലയിക്കാനുള്ള കഴിവെന്നാണ് പറയാം അല്ലേ. ഉദാഹരണം, നിങ്ങൾ കുറച്ച് വെള്ളം എടുത്തു, ഈ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തു, ഇതിൽ കുറച്ച് സോഡിയം ക്ലോറൈഡ് ഉപ്പിടുക, ഇതിൽ കുറച്ച് എന്തും ചേർക്കുക? ഷുഗറും ചേർക്കാം. ഞാൻ ചോദിക്കട്ടെ, സോഡിയം ക്ലോറൈഡിനും ഷുഗറിനും വെള്ളത്തിൽ ലയിക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ കപ്പാസിറ്റി, സോളബിലിറ്റി സെയിം ആണോ ഡിഫറെൻ്റ് ആണോ? ഡിഫറെൻ്റ് അല്ലേ. ഉപ്പ് വേഗം ലയിക്കും, അതേസമയം ഷുഗർ അത്ര എളുപ്പത്തിൽ ലയിക്കില്ല. ദാറ്റ് മീൻസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ നാച്ചർ ഓഫ് സൊല്യൂട്ട് ആൻഡ് നാച്ചർ ഓഫ് സോൾവെൻറ്റ് ഓൾസോ ദ സോളബിലിറ്റി ഈസ് ഡിഫറെൻ്റ് ആണ്. ഇനി സോളബിലിറ്റിക്ക് ഒരു ഡെഫിനേഷൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വാട്ട് ഈസ് ഡൂയിങ് ഈസ് ദാറ്റ്, നിങ്ങളിവിടെ ഒരു 100 gram വെള്ളം എടുക്കുക. ഇവിടെ എത്ര എണ്ണം എടുക്കുക? 100 gram വെള്ളം എടുക്കുക. ഇതിലേക്ക് നിങ്ങൾ ഉപ്പ് ഇട്ടുകൊണ്ടേയിരിക്കുക. അവസാനം ആദ്യം ഉപ്പ് ലയിക്കും, അവസാനം ഉപ്പ് ലയിക്കാത്തൊരവസ്ഥ വരും. ദാറ്റ് ഇസ് വി കോൾ ഇറ്റ് ആസ് എന്ത് സ്റ്റേറ്റ് എന്നാ പറയാ? സാച്ചുറേറ്റഡ് ആയിട്ടുള്ള അവസ്ഥ വരും. അങ്ങനെയാകുമ്പോൾ ഈ സൊല്യൂഷൻ സാച്ചുറേറ്റഡ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ എത്ര ഉപ്പാണോ ഇവിടെ ഇട്ടിരിക്കുന്നത്, ഫോർ എക്സാമ്പിൾ ഒരു 15 gram ഉപ്പിട്ടപ്പോഴാണ് സൊല്യൂഷൻ സാച്ചുറേറ്റഡ് ആയതെങ്കിൽ, അതേസമയം ഇവിടെയും ചെയ്യും നിങ്ങൾ 100 gram വെള്ളം എടുക്കുക, അവിടെ നിങ്ങൾ പഞ്ചസാര ഇട്ടുകൊണ്ടേയിരിക്കുക. ഒരു 10 gram പഞ്ചസാര ഇടുമ്പോഴത്തേക്കും അത് സാച്ചുറേറ്റഡ് ആയിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാം ദി സോളബിലിറ്റി ഓഫ് സാൾട്ട് ഇൻ വാട്ടർ ഈസ് 15 ആൻഡ് സോളബിലിറ്റി ഓഫ് ഷുഗർ ഇൻ വാട്ടർ ഈസ് 10 ആണ്. But what is the definition of solubility? Is nothing but it is the amount of solute that can be added to a 100 gram solvent
ടു മേക്ക് ഇറ്റ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ, റൈറ്റ്? ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു സോൾവെന്റിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന സൊല്യൂട്ടിന്റെ എമൗണ്ട് ആണ് വി കോൾ ഇറ്റ് ആസ് സോളബിലിറ്റി എന്ന് പറയാം. പക്ഷേ എടുത്തിരിക്കുന്ന സോൾവെന്റ് എത്ര ഗ്രാം ആയിരിക്കണം? 100 ഗ്രാം ആയിരിക്കണം. ഓക്കെ. Therefore, solubility of solid in a particular liquid is the amount of solute that can be added to a solvent to make a saturated solution. The factors affecting the solubility of solid in a liquid. For example, sugar. Sugar is a polar solid. It is a polar. Sugar. അതേപോലെ തന്നെ വെള്ളം എന്ത് തന്നെയാണ്? പോളാറാണ്. അതേസമയം മെഴുക് മീൻസ് വാക്സ് എന്തെന്നാ? നോൺ പോളാറാണ്. അതേപോലെ തന്നെ വെള്ളം എന്താണ്? പോളാറാണ്. നെക്സ്റ്റ് വാക്സ് പ്ലസ് പെട്രോൾ എടുക്കുക. വാക്സ് എന്ത് തന്നെയാ? നോൺ പോളാർ തന്നെയാണ്. പെട്രോളും നോൺ പോളാറാണ്. നോക്കൂ നിങ്ങൾ, ഷുഗർ വെള്ളത്തിൽ ലയിക്കുന്നുണ്ട് അല്ലേ? ഷുഗറും പോളാറാണ്, വെള്ളവും പോളാറാണ്. അപ്പോൾ ഓൾവേസ് പോളാർ ഡിസോൾവ്സ് ഇൻ എ പോളാർ സോൾവെന്റ്. വാക്സ് മെഴുക് വെള്ളത്തിൽ ലയിക്കില്ലല്ലോ, കാരണം മെഴുക് നോൺ പോളാറാ, വെള്ളം പോളാറാ. അപ്പം നോൺ പോളാർ പ്ലസ് നോൺ പോളാർ എന്താണ്? അവർ തമ്മിൽ ലയിക്കില്ല. ഇനി വാക്സ് പെട്രോൾ ലയിക്കും, കാരണം വാക്സും നോൺ പോളാറാ, പെട്രോളും നോൺ പോളാർ. അപ്പം നോൺ പോളാർ പ്ലസ് നോൺ പോളാർ ഓക്കെ, പോളാർ പ്ലസ് പോളാർ ഓക്കെ, ബട്ട് നോൺ പോളാർ പ്ലസ് പോളാർ നോട്ട് ഓക്കെ. ആ കാര്യം ഓർത്ത് വെക്കുക. ഇനി രണ്ടാമത്തെ ഫാക്ടറാണ് ടെമ്പറേച്ചർ. ഫോർ എക്സാമ്പിൾ, എ എന്ന് പറയുന്ന ഒരു വസ്തു ഒരു സോൾവെന്റിൽ ലയിക്കുമ്പോൾ ഞാൻ പറയുന്നു യു വിൽ ഗെറ്റ് എ സൊല്യൂഷൻ കിട്ടുന്നുണ്ട്, കൂടാതെ എ ലിറ്റ് ഓഫ് ഹീറ്റ് ഈസ് ലിബറേറ്റഡ് എന്ന് വിചാരിക്കാം. അപ്പോൾ ഇത്തരം റിയാക്ഷൻ പറഞ്ഞ പേരല്ലേ വി കോൾ ഇറ്റ് ആസ് എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറയാം. അപ്പോൾ ഓൾറെഡി ഈ റിയാക്ഷൻ നടക്കുമ്പോൾ ഹീറ്റ് വൊമിറ്റ് ചെയ്യുന്നു, മീൻസ് ഛർദ്ദിക്കുന്നു. ആ ഛർദ്ദിക്കുന്ന ആ സിസ്റ്റത്തിലേക്ക് നിങ്ങൾ വീണ്ടും ടെമ്പറേച്ചർ കൂട്ടുന്നത് നല്ലതായിരിക്കോ മോശമായിരിക്കും? ഒരാൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഛർദ്ദിക്കുകയാണ് വിചാരിക്കുക, അവർക്ക് വീണ്ടും ഭക്ഷണം കൊടുക്കൽ നല്ലതാണോ മോശമല്ലേ? അത് നല്ലതല്ലല്ലോ. അതുപോലെ എ എന്ന് പറയുന്ന കോമ്പൗണ്ട് സോൾവെന്റിൽ ലയിക്കുമ്പോൾ സൊല്യൂഷനായിട്ട് മാറുന്നുണ്ട്, ഹീറ്റ് പുറത്തേക്ക് വിടുകയും ചെയ്യുന്നുണ്ട് അല്ലേ? അല്ലെങ്കിൽ അതിനെ പറയാം വി കോൾ ഇറ്റ് ആസ് എക്സോതെർമിക് എന്നാ പറയാം. അങ്ങനെയാകുമ്പോൾ എക്സോതെർമിക് പ്രോസസ് ആണെങ്കിൽ അവിടെ നിങ്ങൾ വീണ്ടും ടെമ്പറേച്ചർ കൊടുക്കുന്നത് ആ സോലബിലിറ്റിയെ കുറക്കുകയാണ് ചെയ്യുക. അതേസമയം എ പ്ലസ് സോൾവെന്റ് അതേപോലെ തന്നെ ഹീറ്റിനെ അബ്സോർബ് ചെയ്തിട്ടാണ് അത് സൊല്യൂഷനായിട്ട് മാറുന്നത് വിചാരിക്കുക. അത്തരം റിയാക്ഷൻ നമ്മൾ പറയുക എൻഡോതെർമിക് എന്ന് പറയും അല്ലേ? അപ്പോൾ ഇതിന് ഹീറ്റ് ആവശ്യമാണ്. ആ ഹീറ്റ് ആവശ്യമായ സമയത്ത് വീണ്ടും ടെമ്പറേച്ചർ കൊടുക്കുന്നത് നല്ല കാര്യമല്ലേ? അപ്പോൾ എൻഡോതെർമിക് പ്രോസസ് ആണെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ സോലബിലിറ്റി കൂടും, എക്സോതെർമിക് ആണെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ സോലബിലിറ്റി കുറയും. ഓക്കെ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോലബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ് ആണ്. വെള്ളത്തിൽ ഗ്യാസ് അല്ലെങ്കിൽ ലിക്വിഡിൽ ഗ്യാസ് ലയിക്കുന്നതിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. അതിൻ്റെ എക്സാമ്പിൾ ഈസ് നത്തിങ് ബട്ട് ആര് തന്നെയാണ്? സോഡ വാട്ടർ ഒരു ഗ്യാസ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻ എക്സാമ്പിൾ ആണ് അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡ് വെള്ളത്തിൽ ലയിക്കുമ്പോഴാണ് സോഡ വാട്ടർ ഉണ്ടാകുക. അങ്ങനെയാകുമ്പോൾ ആ ഗ്യാസ് വെള്ളത്തിൽ ലയിക്കുന്നതിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സുകളാണ് ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് സോളബിലിറ്റി. നമ്പർ 1 ദാറ്റ് ഈസ് നാച്ചർ ഓഫ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാച്ചർ ഓഫ് ഗ്യാസ് ആൻഡ് ലിക്വിഡ് ആണ്. അതായത് എല്ലാ ഗ്യാസിനും ലിക്വിഡിൽ ലയിക്കാനുള്ള കപ്പാസിറ്റി ഒരുപോലെയല്ല. ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് ഈസിലി ലിക്വിഫയബിൾ ആയിട്ടുള്ള, എളുപ്പത്തിൽ ലിക്വിഫൈ ചെയ്യാൻ പറ്റുന്ന ഗ്യാസ്, ഫോർ എക്സാമ്പിൾ അമോണിയ ഒക്കെ എളുപ്പത്തിൽ നമുക്ക് ലിക്വിഡ് ലയിപ്പിക്കാൻ പറ്റും. അതേസമയം ഡിഫിക്കൽട്ടിൽ ലിക്വിഫൈഡ് ആയിട്ടുള്ള ഗ്യാസ്, ഫോർ എക്സാമ്പിൾ ഹീലിയം, ഹൈഡ്രജൻ ഒക്കെ അത്ര എളുപ്പത്തിൽ നമുക്ക് ലയിപ്പിക്കാൻ പറ്റുകയില്ല. ഇനി രണ്ടാമത്തെ ഫാക്ടറാണ് ദാറ്റ് ഈസ് എന്താണെന്ന് പറയാം, വി കോൾ ഇറ്റ് ആസ് ടെമ്പറേച്ചർ എന്നാ പറയാം. ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും, ചൂടുവെള്ളത്തിലാണോ അല്ലെങ്കിൽ തണുത്ത വെള്ളത്തിലാണോ കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ലയിക്കുക? തണുത്ത വെള്ളത്തിലല്ലേ? ചൂടുവെള്ളമാകുമ്പോൾ പ്രത്യേകത എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഇനി കാണാൻ പറ്റും ഇവിടെ ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ ചൂടുവെള്ളത്തിലാണെങ്കിൽ ഈ ഗ്യാസ് മോളിക്യൂൾസിന് ഹൈ എനർജി കിട്ടും. ആ എനർജി കിട്ടുന്നത് കൊണ്ട് ഇവന്മാർ ഇവിടെ നിൽക്കൂല, ഇവന്മാർ വേഗം എസ്കേപ്പ് ചെയ്യും. അതായത് മീൻസ് എസ്കേപ്പ് ചെയ്യാൻ മീൻസ് ലയിക്കാനുള്ള കപ്പാസിറ്റി എന്തായിരിക്കും? കുറവായിരിക്കും. Therefore we can say that at low temperature solubility will be high, at high temperature solubility will be less ആയിരിക്കും. റൈറ്റ്. മൂന്നാമത്തെ ഫാക്ടറാണ് പ്രഷർ. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്.
ഒരു കാര്യം ചെയ്യാം, കുറച്ച് ലിക്വിഡ് എടുക്കാം, കുറച്ച് ഗ്യാസ് ഇവിടെയുണ്ട്, ഇത് ഗ്യാസ് മോളിക്യൂൾസ് ആണ്, ഇവിടെ ലിക്വിഡ് ഉണ്ട്, ഗ്യാസ് മോളിക്യൂൾസ് ആണ്. ഞാനൊരു കാര്യം ചെയ്യാം, ഈ പിസ്റ്റൺ ഉപയോഗിച്ചുകൊണ്ട് പ്രഷർ അപ്ലൈ ചെയ്യാം. ഒരു 5 atm പ്രഷർ അപ്ലൈ ചെയ്യാം ഇവിടെ. അപ്പോൾ ഇതിനെ അമർത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഗ്യാസ് മോളിക്യൂൾസ് ലിക്വിഡിലേക്ക് പോകൂലേ. ഇവിടെ ഞാൻ 10 atm പ്രഷർ അപ്ലൈ ചെയ്യാം. അങ്ങനെ നമുക്ക് കാണാൻ പറ്റും കൂടുതൽ ഗ്യാസ് മോളിക്യൂൾസ് ഇതിലേക്ക് പോകുന്നവരെ കാണാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഐ ക്യാൻ സേ ദാറ്റ് ദി എമൗണ്ട് ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ഇൻ എ ലിക്വിഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു അപ്ലൈഡ് പ്രഷർ അല്ലേ. ഇതൊരു ലോ ആണ്. ദാറ്റ് ലോ ഈസ് വി കോൾ ഇറ്റ് ആസ് എന്താ പറയാ, ഹെൻറീസ് ലോ എന്നാണ് പറയാം. നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. ദി എമൗണ്ട് ഓഫ് ഗ്യാസ് ഡിസോൾവ്ഡ് ഇൻ എ ലിക്വിഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു അപ്ലൈഡ് പ്രഷർ ആണ്. നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന പ്രഷർ കൂടുന്നതനുസരിച്ചിട്ട് കൂടുതൽ ഗ്യാസ് ഈ ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യും. ആൻഡ് മാത്തമാറ്റിക്കലി ദിസ് ഗിവൺ ബൈ പി പ്രൊപ്പോർഷണൽ ടു എക്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വാട്ട് ഈസ് പി മീൻസ് അപ്ലൈഡ് പ്രഷർ. എക്സ് എന്ന് പറഞ്ഞാൽ മോൾ ഫ്രാക്ഷൻ ഓഫ് ദിസ് ഗ്യാസ് മോളിക്യൂൾസ് ഇൻ ദിസ് സൊല്യൂഷൻ. അപ്പോൾ കൂടുതൽ ഗ്യാസ് മോളിക്യൂൾസ് ഇതിൽ ലയിക്കുമ്പോൾ മോൾ ഫ്രാക്ഷനും കൂടും. അപ്പോൾ പ്രഷർ കൂടുമ്പോൾ മോൾ ഫ്രാക്ഷനും കൂടും എന്ന് പറയാൻ പറ്റും. ഓർ പി ഈസ് ഈക്വൽ ടു യു ക്യാൻ സേ ദാറ്റ് ഇസ് കെ എച്ച് ഇൻറ്റു എക്സ് ആണ്. വാട്ട് ഇസ് കെ എച്ച് എന്ന് വെച്ചാൽ ഹെൻറീസ് കോൺസ്റ്റന്റാ. അപ്പോൾ ആ കെ എച്ചിന്റെ പ്രത്യേകത ഒരു ഫോർ എക്സാമ്പിൾ എ എന്ന് പറഞ്ഞ ഗ്യാസ് ഉണ്ട്, ബി ഗ്യാസ് ഉണ്ട്, സി ഗ്യാസ് നേരിക്കുക. ഈ എ ഗ്യാസിന്റെ കെ എച്ച് വാല്യൂ ഒരു പെർട്ടിക്കുലർ വാല്യൂ ആയിരിക്കും, ബിക്ക് വേറെ വാല്യൂ ആയിരിക്കും, സിക്ക് വേറെ വാല്യൂ ആയിരിക്കും. ദാറ്റ് മീൻസ് ദി വാല്യൂ ഓഫ് കെ എച്ച് ഡിപ്പെൻഡ്സ് ഓൺ നാച്ചർ ഓഫ് ഗ്യാസ് എന്ന് പറയാൻ പറ്റും. അത് ഗ്യാസ് മാറുന്നതനുസരിച്ചിട്ട് കെ എച്ചിന്റെ വാല്യൂ മാറും. അപ്പൊ നിങ്ങൾക്കറിയാം പി പ്രൊപ്പോർഷണൽ ടു എക്സ് ആണെങ്കിൽ ഇഫ് യു ആർ പ്ലോട്ടിംഗ് എ ഗ്രാഫ് ജസ്റ്റ് ലൈക്ക് ദിസ് വൺ, ഇവിടെ എക്സ് വരക്കുക, ഇവിടെ പി വരക്കുകയാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഗ്യാസിന്റെ കേസിൽ P proportional to x വരച്ചാൽ you will get a straight line. That is, as the pressure increases, the mole fraction also increases ആണ്. P-നെ partial pressure of gas above the liquid എന്നും പറയാം കേട്ടോ. ഒന്നുകിൽ applied pressure അല്ലെങ്കിൽ partial pressure of the gas above the liquid എന്നുള്ള കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കണേ. നമ്മൾ അടുത്ത പരിപാടി ഈ KH-ന്റെ വാല്യൂം solubility of the gas നമ്മൾ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. P is equal to KH into x. അങ്ങനെയാകുമ്പോൾ P by x is equal to KH ആണ് അല്ലേ. ഒരു കാര്യം ചെയ്യാം, ഞാൻ 2 തരത്തിലുള്ള ഗ്യാസ് എടുക്കുക. എ എന്ന് പറയുന്ന ഗ്യാസ് കൊടുക്കുക, ബി എന്ന് പറയുന്ന ഗ്യാസ് കൊടുക്കുക. എന്നിട്ടൊരു കാര്യം ചെയ്യാം, ഇവിടെ ഞാൻ 10 atm പ്രഷർ അപ്ലൈ ചെയ്തു, ഇവിടെയും 10 atm പ്രഷർ അപ്ലൈ ചെയ്തു. ഓക്കെ, അങ്ങനെയാകുമ്പോൾ ഇവിടെ 0.1 ആണ് ഈ ഗ്യാസ് ഇതിൽ ലയിച്ചിരിക്കുന്നത്. എ എന്ന് പറയുന്ന ഗ്യാസ് ലയിച്ചിരിക്കുന്നതിൻ്റെ വാല്യൂ 0.1. 0.1 is the mole fraction of the gas dissolved in this liquid. ഈ കേസിൽ 0.2 ആൾക്കാർ ലയിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ നോക്ക്, 0.1ഉം ഇവിടെ 0.2ഉം ഗ്യാസ് ആണ് ലയിച്ചിരിക്കുന്നത്. അതായത് ബി എന്ന് പറയുന്ന എ എന്ന് പറയുന്ന ഗ്യാസ് 0.1 ആണ് ലയിച്ചിരിക്കുന്നത്, ബി ലയിച്ചിരിക്കുന്നത് 0.2 ആണെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ നോക്ക്, ബിക്കല്ലേ ലയിക്കാനുള്ള കപ്പാസിറ്റി കൂടുതലുള്ളത്. ഇനി ഒരു കാര്യം ചെയ്യാം, ഇതിന്റെ KH ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. KH ഈക്വൽ ടു P by x ആണ്. ഇവിടുത്തെ പിയുടെ വാല്യൂ 10, എക്സിന്റെ വാല്യൂ 0.1. ഈ വിൽ ഗെറ്റ് 100 അല്ലേ കിട്ടിയിരിക്കുന്നത്. ഈ കേസിൽ KH is equal to you can say that 10 by 0.2 ആണ്. എക്സിന്റെ വാല്യൂ 0.2 ആണ്. You will get this answer is equal to 50 ആണ്. അങ്ങനെയാകുമ്പോൾ ഇവിടുത്തെ KH 100 ഇവിടുത്തെ KH 50 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ അല്ലേ കൂടുതൽ ഗ്യാസ് ലയിച്ചിരിക്കുന്നത്, 0.2 ഗ്യാസ് ലയിച്ചിട്ടുണ്ട്, ഇവിടെ 0.1 ഗ്യാസ് ലയിച്ചിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ സോലബിലിറ്റി കൂടുതലാണെങ്കിൽ, ലയിക്കാനുള്ള കപ്പാസിറ്റി കൂടുതലാണെങ്കിൽ അത്രയും ഗ്യാസിന്റെ KH വാല്യൂ കുറവായിരിക്കും. ഇവിടുത്തെ KH വാല്യൂ 50 ഇവിടുത്തെ KH വാല്യൂ 100. ദാറ്റ് മീൻസ് സോലബിലിറ്റിയും KHും തമ്മിൽ ഇൻവേഴ്സലി ആണ് പ്രൊപ്പോർഷണൽ എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, You can define Henry's law as the mole fraction of the gas dissolved in a liquid is proportional to the partial pressure of the gas above the liquid. Then you write P proportional to x, or P is equal to KH into x. KH is we call it as Henry's constant and KH value is inversely proportional to solubility. This KH, as the KH value increases, the solubility decreases എന്ന കാര്യം കൂടി നിങ്ങൾ പറഞ്ഞേക്കണം. ഓക്കെ, ഹെൻറീസ് ലോ ആയിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചൊരു ചോദ്യമാണ്. ഹെൻറീസ് ലോ ഇസ് റിലേറ്റഡ് ടു സോലബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ എ ലിക്വിഡ്. സ്റ്റേറ്റ് ഹെൻറീസ് ലോ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. റൈറ്റ് എനി 2 അപ്ലിക്കേഷൻസ് ഓഫ് ഹെൻറീസ് ലോ. ഹെൻറീസ് ലോയുടെ അപ്ലിക്കേഷൻസ് എഴുതണം. 2 അപ്ലിക്കേഷനായിട്ട് നിങ്ങൾ ഇത് എഴുതിയാൽ മതി.
To increase the solubility of carbon dioxide in soft drinks and soda water, the bottle is sealed under higher pressure. അതായത് ഈ സോഡയിലും സോഫ്റ്റ് ഡ്രിങ്കിലും കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് ലയിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബോട്ടിലിനെ ഹൈ പ്രഷറിൽ സീൽ ചെയ്യുക, അടച്ചു വെക്കണം. പിന്നെ രണ്ടാമത്തെ ഒരു അവസ്ഥയാണ് ദാറ്റ് ഇസ് അനോക്സിയ എന്ന് പറയാം. എന്താണ് അനോക്സിയ എന്ന് നോക്കാം. അതായത് ഒരു ക്ലൈംബേഴ്സ് മല കയറുന്നവർ അവർ മേലെത്തുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഓക്സിജൻ്റെ കണ്ടന്റ് വളരെ കുറവായിരിക്കും അറ്റ്മോസ്ഫിയറിൽ, അല്ലേ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ വിൽ ബി വെരി ലെസ്. അങ്ങനെയാകുമ്പോൾ ഈ ഓക്സിജന് ബ്ലഡിൽ ലയിക്കാനുള്ള കഴിവ് വളരെ കുറവായിരിക്കും. അപ്പോൾ നമ്മുടെ ബ്ലഡിൽ കുറച്ച് മാത്രമേ ഓക്സിജൻ ഉണ്ടാവുള്ളൂ. അത് തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെ ബാധിപ്പിക്കും. അവസാനം അയാൾ ക്ഷീണിതനാവും. അതേപോലെ തന്നെ ചിന്തിക്കാനുള്ള ഒരു കഴിവ് നഷ്ടപ്പെടുകയും ചെയ്യും. ആ ഒരു അവസ്ഥക്ക് പറഞ്ഞ പേരാണ് ബി കോൾഡ് ആസ് അനോക്സിയ. ദാറ്റ് ഈസ് അറ്റ് ഹൈ ആൾട്ടിറ്റ്യൂഡ് ദ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ വിൽ ബി വെരി ലെസ്. Therefore there will be low concentration of oxygen in blood. This will make them weak and unable to think. This condition is known as anoxia. Okay. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റൗട്ട്സ് ലോ ആണ്. ഈ ചാപ്റ്ററിന്റെ ഹാർട്ട് എന്ന് തന്നെ പറയാം. തീർച്ചയായിട്ടും പരീക്ഷയ്ക്ക് ഒരു ചോദ്യം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവും. എന്താണ് റൗട്ട്സ് ലോ പറഞ്ഞത് നമുക്ക് നോക്കാം. ഒരു പാത്രത്തിൽ നിങ്ങൾ കുറച്ച് എന്തെടുക്കുമെന്നറിയാം, വെള്ളം എടുക്കുക. ജനറലി എനിക്ക് പറയാം വെള്ളത്തിന് നമ്പർ 1 കമ്പനൻറ്റ്, ഒന്നാമത്തെ കമ്പോണൻറ്റ്, ഒരു ഘടകം എന്ന് പറയാം, റൈറ്റ്. രണ്ടാമത്തെ പാത്രത്തിൽ ഞാൻ C2H5OH കൊടുക്കുക. അതിനെ സെക്കൻഡ് കമ്പോണൻ്റ് എന്നും പറയാം. റെഡി. ഇനൊരു കാര്യം ചെയ്യുക, ഈ എടുത്ത വെള്ളം ഒരു 18 ഗ്രാം ആയിക്കോട്ടെ. 18 ഗ്രാം വെള്ളമാണ് എടുത്തെന്ന് വിചാരിക്കുക. നിങ്ങൾക്കറിയാം വെള്ളത്തിൻ്റെ മോളിക്കുലർ മാസ് 18 അല്ലടോ. അങ്ങനെയാണെങ്കിൽ 18 ഗ്രാം വെള്ളം മീൻസ് എത്ര മോളാ? 1 മോൾ വാട്ടറാണ്. തൽക്കാലത്തേക്ക് ഒരു കാര്യം ചെയ്യാം, ഇതിനെ എനിക്ക് ജനറലി എനിക്ക് പറയാം N1 മോളാണ് 1 കമ്പണൻ്റ് എടുത്തിരിക്കുന്നത്. അതേപോലെ ഇത് ഒരു 46 ഗ്രാം ആയിക്കോട്ടെ വെള്ളം എടുത്തിരിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ എഗെയിൻ എത്ര മോൾ തന്നെയാണോ? 1 മോൾ ആൽക്കഹോളാ. നിങ്ങൾക്കറിയാം C2H5OHന്റെ മോളിക്കുലർ മാസ് 46 അങ്ങനെയാകുമ്പോൾ 1 മോൾ ആൽക്കഹോളാ. അതിനെ ജനറലി എനിക്ക് പറയാം N2 മോൾ എന്നും പറയാം. ഒരു കാര്യം ചെയ്യാം, ഇതിവിടെ വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ വാട്ടർ മോളിക്യൂൾസ് വേപ്പേഴ്സ് ആയിട്ട് മാറും അറ്റ് എ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ. നിങ്ങൾ ചുമ്മാ റൂം ടെമ്പറേച്ചർ വെച്ചാൽ തന്നെ വാട്ടർ മോളിക്യൂൾ വേപ്പേഴ്സ് ആയിട്ട് മാറും. അങ്ങനെ ആകുമ്പോൾ ഇവിടെ കുറേ വേപ്പേഴ്സ് ഉണ്ടാവും. റെഡി. ഈ വേപ്പേഴ്സ് ഈ പറഞ്ഞിരിക്കുന്ന വെള്ളത്തിന് മേലൊരു പ്രഷർ അപ്ലൈ ചെയ്യും. ആ പ്രഷറിൻ്റെ പേരാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, വേപ്പർ പ്രഷർ. ഒരു കാര്യം ചെയ്യുന്നു, ഇവിടുത്തെ വേപ്പർ പ്രഷറിനെ ഞാൻ പറയുന്നു P0 എന്ന് പറയുന്നു. എന്താണ് ഈ 0 എന്ന് ഉദ്ദേശിക്കുന്നത്? ഇവിടെ വെള്ളം മാത്രമല്ലേ ഉള്ളൂ, മീൻസ് ഒരൊറ്റ കമ്പണന്റ് മാത്രമേ ഉള്ളൂ, ശുദ്ധമായ വെള്ളം മാത്രമാണ്. അതുണ്ടാക്കുന്ന വേപ്പർ പ്രഷർ ആയതുകൊണ്ടാണ് 0 എന്നുള്ള ടേംസ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. 1 മീൻസ് ഒന്നാമത്തെ കമ്പണന്റ് ഉണ്ടാക്കുന്ന വേപ്പർ പ്രഷർ P0 എന്ന് പറയാം. അതുപോലെ ഇവിടെയും കുറേ വേപ്പേഴ്സ് ഉണ്ടാവും. ആൽക്കഹോളിന്റെ കേസിൽ ആൽക്കഹോൾ ഉണ്ടാക്കുന്ന വേപ്പർ പ്രഷറിനെ എനിക്ക് പറയാം P0 എന്നും പറയാം. മനസ്സിലാക്കി വെക്കണേ. ഈ ഒരു കാര്യം ചെയ്യാം, ഈ 1നെയും ഈ 2നെ ഞാൻ മിക്സ് ആക്കുന്നു. ദാറ്റ് ഈസ് 1+2 ആക്കി മാറ്റി. 1+2 ആക്കി മാറ്റി. 2 കമ്പണന്റുകൾ മിക്സ് ആയി കഴിഞ്ഞാൽ അതിന് നമ്മൾ പിന്നെ സോൾവെന്റ് എന്നല്ല പറയാം, വി കോൾ ഇറ്റ് ആസ്. ഇത് എന്തായിട്ട് മാറിയപ്പം ഒരു സൊല്യൂഷനായിട്ട് മാറി കേട്ടോ, സൊല്യൂഷനായിട്ട് മാറി. പ്രത്യേകം എന്താണെന്നറിയോ, ഈ പറഞ്ഞിരിക്കുന്ന വെള്ളത്തിനും ആൽക്കഹോളിനും വേപ്പേഴ്സ് ആയിട്ട് മാറാൻ പറ്റും. വേപ്പേഴ്സ് ആയിട്ട് മാറാൻ പറ്റുന്നത് നമ്മൾ ജനറലി പറഞ്ഞ പേരാണ് എന്തെന്ന് പറയാ, വോളട്ടൈലാണ്. അപ്പൊ എനിക്ക് പറയാം ദിസ് സൊല്യൂഷൻ ഈസ് എ മിക്സ്ചർ ഓഫ് 2 വോളട്ടൈൽ കമ്പണന്റ്. ആരൊക്കെയാ വോളട്ടൈൽ? വെള്ളം വേപ്പേഴ്സ് ആയിട്ട് മാറാം, ആൽക്കഹോളിനും വേപ്പേഴ്സ് ആയിട്ട് മാറാം. ഉപ്പ് വേപ്പേഴ്സ് ആയിട്ട് മാറൂല. ഉപ്പിന് നമ്മൾ എന്താ പറയാ? നോൺ വോളട്ടൈൽ എന്നാ പറയാ. ഇപ്പൊ വെള്ളവും ആൽക്കഹോളും വേപ്പേഴ്സ് ആയിട്ട് മാറാൻ പറ്റും. ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നു. ഇവിടുത്തെ N1 മോളല്ലേ 1 ഉള്ളത്, ഇത് എത്ര മോളാ? N2 മോളാ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ N1ഉം N2ഉം കിട്ടിയാൽ നമുക്ക് X1 കാണാൻ പറ്റില്ലടോ. X1 is equal to mole fraction. X1 is equal to N1 divided by N1 plus N2. Ready? അതേപോലെ X2 equal to N2 divided by N1 plus N2 ആണ്. നിങ്ങൾക്കറിയാം. അങ്ങനെയാകുമ്പോൾ ഇവിടെ N1ഉം N2 ആണ് മിക്സ് ചെയ്തിട്ടുള്ളതെങ്കിൽ പോലും ഇവിടെ ഞാൻ തൽക്കാലത്തേക്ക് ഇവന്മാരെ മാറ്റുവാണ്. X1 എന്നും X2 എന്ന് പറയുന്ന 2 ടേംസ് ഉപയോഗിക്കാൻ പോവാ. X1 മീൻസ് സ്മോൾ ഫ്രാക്ഷൻ ഓഫ് 1, X2 മീൻസ് സ്മോൾ ഫ്രാക്ഷൻ ഓഫ് 2 ആണ്. ഇനി ഇങ്ങനെയാക്കി മാറ്റിക്കഴിഞ്ഞാലും എന്ത് സംഭവിക്കുന്ന അറിയാം, ഈ 1 എന്ന് പറയുന്ന കമ്പണൻസ് വേപ്പേഴ്സ് ആയിട്ട് മേലോട്ടേക്ക് വരും. റെഡി. 2 എന്ന് പറയുന്ന കമ്പണൻസും വേപ്പേഴ്സ് ആയിട്ട് മേലോട്ടേക്ക് വരും.
അങ്ങനെയാകുമ്പോൾ 1 എന്ന് പറയുന്ന കമ്പണൻസ് വീണ്ടും ഒരു വേപ്പർ പ്രഷർ ഉണ്ടാക്കൂലേ? അതിനെ നമുക്ക് പറയാം P1 എന്നാണ് പറഞ്ഞിരിക്കുന്നത്, P1. അതേപോലെ 2 പറഞ്ഞ പേര് P2 എന്നും പറയാം. എന്തുകൊണ്ടാ 0 കൊടുക്കാത്തതെന്നറിയോ? 0 മീൻസ് ശുദ്ധമായ വെള്ളം മാത്രമുള്ള സമയത്താണ്. ഇതിവിടെ ഇപ്പം 1ഉം 2ഉം ഒന്നും ഉണ്ട്, രണ്ട് കമ്പണൻസും ഉണ്ട്. 2 കമ്പണൻസുകൾ ഉണ്ടാകുമ്പോൾ ഒന്നാമത്തെ കമ്പണൻസ് ഉണ്ടാക്കുന്ന വേപ്പർ പ്രഷറിനെ P1 എന്ന് പറയും. രണ്ടാമത്തെ ഉണ്ടാക്കുന്ന പറയാ P2 എന്ന് പറയുകയാണെങ്കിൽ ഈ P1 നമ്മൾ വേറെ പേരാ പറയാം, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ദാറ്റ് ഈസ് പാർഷ്യൽ പ്രഷർ എന്നാണ് പറയാ. വി കോൾ ഇറ്റ് ആസ് പാർഷ്യൽ പ്രഷർ. P1 മീൻസ് പാർഷ്യൽ പ്രഷർ ഓഫ് 1, P2 മീൻസ് പാർഷ്യൽ പ്രഷർ ഓഫ് 2 ആണെങ്കിൽ ഇനി എന്താണ് റൗട്ട്സ് ലോ പറഞ്ഞ കാര്യം? അക്കോർഡിംഗ് ടു റൗട്ട്സ് ലോ ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് P1 വിൽ ബി പ്രൊപ്പോർഷണൽ ടു x1 ആയിരിക്കും ആൻഡ് P2 വിൽ ബി പ്രൊപ്പോർഷണൽ ടു ആയിരിക്കും x2 ആയിരിക്കും. P1 proportional to x1 and P2 proportional to x2. What is the definition? P1 means partial pressure of any volatile component. One is a volatile component in a solution is proportional to its mole fraction. One in the mole fraction proportional ആയിരിക്കും. P2 proportional to x2. Partial pressure of 2 is proportional to mole fraction of x2 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ P1 proportional to x1 എന്നല്ലേ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനെ ഈക്വൽ ടു ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് P1 ഈക്വൽ ടു നമുക്കൊരു കോൺസ്റ്റന്റ് വേണം അല്ലേ? നിങ്ങൾ കോൺസ്റ്റന്റിന് തപ്പി വേറെ നിങ്ങൾ പുറത്തു പോകേണ്ട ആവശ്യമൊന്നുമില്ല. കോൺസ്റ്റന്റ് ഇവിടെ തന്നെ ഉണ്ട്. ഈവനാണ് കോൺസ്റ്റന്റ് P10. ദാറ്റ് ഈസ് P10 ഇൻറ്റു x1 ആയിരിക്കും. അതേപോലെ P2 ഈക്വൽ ടു അഗെയിൻ ഇതാണ് കോൺസ്റ്റന്റ് P20 ഇൻറ്റു എന്തുമായിരിക്കും x2 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യൂടെ, ഇവിടുത്തെ ടോട്ടൽ പ്രഷർ മീൻസ് P1ന്റെ വാല്യൂം P2യുടെ വാല്യൂം കൂട്ടി കിട്ടുന്ന വാല്യൂ അല്ലടോ. ദാറ്റ് ഈസ് P total is equal to, I can say that P1 plus P2 ആയിരിക്കും, അല്ലെങ്കിൽ P10 x1 plus P20 that is x2 ആയിരിക്കും അതിൻ്റെ ടോട്ടൽ പ്രഷറിൻ്റെ വാല്യൂ. നമുക്കൊരു ജസ്റ്റ് ഒരു പ്രോബ്ലം പോലെ ചെയ്ത് നോക്കാം. ഫോർ എക്സാമ്പിൾ P10യുടെ വാല്യൂ 10 ആയിക്കോട്ടെ, P20യുടെ വാല്യൂ 12 ആയിക്കോട്ടെ എന്ന് വിചാരിക്കുക, റൈറ്റ്? ഇനി ഇവിടുത്തെ നമ്പർ ഓഫ് മോൾസ് ഒന്നാന്നിരിക്കുക, ഇതും നമ്പർ ഓഫ് മോൾസ് ഒന്ന് തന്നെ ആയിരിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ x1 ഈസ് ഈക്വൽ ടു 1/1 പ്ലസ് 1. കാരണം നമ്പർ ഓഫ് മോൾസ് ഓഫ് 1 ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഈസ് ഈക്വൽ ടു 0.5 ആയിരിക്കും അല്ലേ? അതേപോലെ x2യുടെ വാല്യൂ എത്ര തന്നെയായിരിക്കും? 0.5 തന്നെ ആയിരിക്കണം. കാരണം നിങ്ങൾക്കറിയാം ടോട്ടൽ മോൾ ഫ്രാക്ഷൻ്റെ വാല്യൂ ഒന്നായിരിക്കണം. അങ്ങനെയാകുമ്പോൾ 0.5 0.5. അങ്ങനെയാണെങ്കിൽ P1ന്റെ വാല്യൂ നമ്മൾ ചെയ്ത് നോക്കിയാൽ എത്രയാകണോ കിട്ടുക? P10യുടെ വാല്യൂ 10 അല്ലേ, ഗുണിക്കണം. അതേപോലെ തന്നെ x1ന്റെ വാല്യൂ 0.5. 10 into 0.5 we will get the answer is equal to 5. Similarly P2 equal to 12 ആണ് ഇതിൻ്റെ വാല്യൂ, P02യുടെ ഇൻറ്റു 0.5 we will get 6. അപ്പോൾ ഞാൻ ചോദിക്കട്ടെടോ, P1 ആണോ P10 ആണോ കൂടുതലുണ്ടാവുക? എപ്പോഴും നിങ്ങൾ മനസ്സിലായിക്കോ, ദാറ്റ് ഈസ് P10 will be higher than P1. Similarly P20 will be higher than എന്തുമായിരിക്കും? P1 ആയിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി ഇതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. ഇതൊരു പാത്രം പോലത്തെ ഗ്രാഫാണ് ശരിക്കും പറയുകയാണെങ്കിൽ. യു സ്റ്റാർട്ട് ഫ്രം ഹിയർ ഐ ക്യാൻ സേ ദാറ്റ് x1 ഈസ് ഈക്വൽ ടു 0. x1 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ x1ന്റെ വാല്യൂ ഇങ്ങനെ കൂടി വരിക. നിങ്ങൾക്കറിയാം ഏറ്റവും ഹയസ്റ്റ് x1ന്റെ മോൾ ഫ്രാക്ഷൻ്റെ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ എത്രയാണ്? x1 ഈസ് ഈക്വൽ ടു 1 ആണ് കേട്ടോ. ഹയസ്റ്റ് വാല്യൂ 1 ആണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു മോൾ ഫ്രാക്ഷൻ്റെ ഹയസ്റ്റ് വാല്യൂ 1 ആയിരിക്കണം, റൈറ്റ്? അങ്ങനെയാകുമ്പോൾ ഇവിടെ വരക്കുന്നത് P1 ആണ്. നിങ്ങൾക്കറിയാം P1 പ്രൊപ്പോർഷണൽ ടു x1 അല്ലേ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ x1ന്റെ വാല്യൂ കൂടുന്നതനുസരിച്ച് ആരുടെ വാല്യൂം കൂടും? P1ന്റെ വാല്യൂം കൂടും. കാരണം അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, യു ക്യാൻ ഡ്രോ ദി ഗ്രാഫ് ജസ്റ്റ് ലൈക്ക് ദിസ് വേ, ദാറ്റ് ഈസ് ആസ് x1 വാല്യൂ ഇൻക്രീസസ് P1 വാല്യൂ ഓൾസോ ഇൻക്രീസസ്. ഇങ്ങനത്തെ ഓക്കെ, ഈ പോയിന്റിൽ x1 ഈസ് ഈക്വൽ ടു 1 അല്ലേ? നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാണ്? P1 ഈക്വൽ ടു P01 ഇൻറ്റു x1 ആണ്. x1ന്റെ വാല്യൂ 1 ആണെങ്കിൽ എനിക്ക് പറഞ്ഞൂടെ P1 ഈസ് ഈക്വൽ ടു P01 ഈക്വൽ ആയിരിക്കും. Therefore this point represent P01, അതായത് ശുദ്ധമായ വെള്ളത്തിൻ്റെ വേപ്പർ പ്രഷർ. കാരണം x1ന്റെ വാല്യൂ 1 ആണെങ്കിൽ സ്വാഭാവികമായിട്ടും x2യുടെ വാല്യൂ 0 ആയിരിക്കും. കാരണം x1 പ്ലസ് x2 കൂട്ടിയാൽ 1 ആയിരിക്കണം. ഇനി മറ്റൊരു ഗ്രാഫ് വരക്കുക, x2 ഈസ് ഈക്വൽ ടു 0 കേട്ടോ. x2 0, x1 പ്ലസ് x2 0.
ഇവിടെ ഇങ്ങോട്ടാണ് വരക്കുന്നത്. x2 0 ഒന്ന് ഇടത്തേക്ക് വരക്കുന്നു, x2 is equal to 1 വരക്കുന്നു. ഇവിടെ നമ്മൾ എന്താ വരക്കുന്നത് അറിയോ? ദാറ്റ് ഈസ് P2 വരക്കുന്നത്. അങ്ങനെയാകുമ്പോൾ x2യുടെ വാല്യൂ കൂടുന്നതനുസരിച്ച് P2യുടെ വാല്യൂ കൂടൂലേ? Therefore you will get graph just like this one. ഇങ്ങനത്തെ ഗ്രാഫ് കിട്ടും. ഒരിക്കൽ നിങ്ങൾ വരക്കുമ്പോൾ ഇതും എന്ത് ചെയ്യണ്ട, ഒരേ ലെവലിൽ എത്തിക്കണം നിർബന്ധമില്ല. കാരണം ഇതും രണ്ട് ഡിഫറെൻറ്റ് കമ്പോണൻ്റാ. വാട്ടറിൻ്റെ സ്വഭാവമായിരിക്കൂല ആൽക്കഹോളിൻ്റെ സ്വഭാവം. അപ്പോൾ ഒരു വ്യത്യസ്തമായ ഹൈറ്റിലേക്ക് എത്തിച്ചോളൂ, കുഴപ്പമില്ല. ഇനി ശരി ഒരേപോലെ ആക്കണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ ആകുമ്പോൾ യു വിൽ ഗെറ്റ് ദാറ്റ് ഈസ് ഇത് ഒരേപോലെ ആയിട്ടുണ്ട് ഏകദേശം. ദാറ്റ് ഈസ് കുറച്ചും കൂടിയും മേലെടുക്കായിരിക്കും. ദാറ്റ് ഈസ് യു വിൽ ഗെറ്റ് ഇതിന് പറയാം P02. റെഡി? ഇനി ഇതിനെ നമ്മൾ കണക്ട് ചെയ്ത് വരക്കുക. ഇങ്ങനെ ഇതാ ഇവിടെ വരക്കുക, കണക്ട് ചെയ്ത് വരക്കുക. അങ്ങനെയാകുമ്പോൾ ഈ ഗ്രാഫാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആരെ റെപ്രസെൻറ്റ് ചെയ്യുന്ന അറിയോ? ദാറ്റ് ഈസ് P ടോട്ടൽ ഈസ് ഈക്വൽ ടു ദാറ്റ് ഈസ് P1 പ്ലസ് P2 റെപ്രസെൻറ്റ് ചെയ്യുന്ന ഗ്രാഫാണ് ഇത്. ഇതാണ് റൗട്ട്സ് ലോയുടെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. ഓക്കെ, then you write Raoult's law. The partial pressure of any volatile component in a solution is equal to product of vapor pressure of pure component and its mole fraction. അങ്ങനെ എഴുതുക. അതിനുശേഷം മൂന്ന് വെസൽ വരക്കുക. ഇത് രണ്ട് ചെറിയ വെസൽ, ഇത് വലിയ വെസലാണ്. ഇവിടെ 1 കമ്പണൻറ്റ്, ഒന്നാമത്തെ കമ്പണൻറ്റ്, ഇത് രണ്ടാമത്തെ കമ്പണൻറ്റ്. ഒന്നാമത്തെ കമ്പണൻറ്റ് ഉണ്ടാക്കുന്ന വെപ്പർ പ്രഷർ P01 എന്ന് കൊടുക്കുക, മറ്റത് P02 എന്ന് കൊടുക്കുക. ഇനി x1 x2 ഇത് സൊല്യൂഷൻ ആയിട്ട് മാറിയില്ലേ? അവിടെ x1ഉം x2 ഉണ്ട്. അപ്പോൾ 1ഉം ഉണ്ട്, അതേപോലെ തന്നെ പിന്നെ ഇവിടെ ആരും ഉണ്ട് 2 ഉണ്ട്. ഇവിടെ P1 എന്ന് കൊടുക്കുക, അതേപോലെ തന്നെ P2 എന്ന് കൊടുക്കുക. എന്നിട്ട് പറയാം കൺസിഡർ എ സൊല്യൂഷൻ മേഡപ്പ് ഓഫ് 2 volatile component 1 and 2. Let P01 and P02 be their vapor pressure when they exist individually. P1 and P2 be their partial pressure in solution. അതിനുശേഷം പറയാം then according to Raoult's law, P1 is proportional to x1, P2 proportional to x2, where x1 and x2 are the mole fractions. Then P1 is equal to P01 into x1, P2 is equal to P02 into x2, then P total is equal to P1 plus P2. Therefore P1 is equal to P01 x1 plus P02 x2. ഇത്തരം കാര്യങ്ങൾ എഴുതുക. അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞൊരു ഗ്രാഫ് ഇല്ലേ, ആ ഗ്രാഫും വരക്കുക. ഗ്രാഫ് വരക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇങ്ങനെ ഗ്രാഫ് വരക്കുമ്പോൾ ദാറ്റ് ഈസ് ഒന്ന് മേലോട്ട് കുറച്ച് മേലെയാണെങ്കിൽ മറ്റേത് കുറച്ച് താഴെയായിട്ട് വരക്കുക. ഇവിടെ x1 is equal to 0 to 1 വരെ കൊടുക്കുക. ഇവിടെ x2 0 ഒന്ന് 1 കൊടുക്കുക. എക്സെട്ര നേരത്തെ പറഞ്ഞ ആ ഗ്രാഫ് നിങ്ങൾ വരച്ചു വെക്കുക. ഓക്കെ, അതേപോലെ തന്നെ ഒരു കാര്യം കൂടി നിങ്ങൾ ചെയ്ത് വെക്കേണ്ട കാര്യം വെച്ചാൽ, ഇപ്പോൾ x1ഉം x2 ആണ് സൊല്യൂഷനിലുള്ള 1 കമ്പണൻറ്റിൻ്റെയും 2 കമ്പണൻറ്റിൻ്റെയും മോൾ ഫ്രാക്ഷനെങ്കിൽ ഇപ്പോൾ വേപ്പേഴ്സ് ആയിട്ട് മാറും അല്ലേ? വേപ്പേഴ്സ് ആയിട്ട് മാറും. അപ്പോൾ വേപ്പേഴ്സ് ആയിട്ട് മാറിയാലും 1 കമ്പണൻറ്റും 2 കമ്പണൻറ്റും ഈ വേപ്പർ ഫേസിലും കാണപ്പെടും. അപ്പോൾ വേപ്പർ ഫേസിൽ കാണപ്പെടുന്ന 1 കമ്പണൻറ്റിൻ്റെയും 2 കമ്പണൻറ്റിൻ്റെയും അതിൻ്റെ മോൾ ഫ്രാക്ഷനെ നമുക്ക് y1ഉം y2 എടുക്കുന്നതെങ്കിൽ then നമ്മളൊരു ഡാൽട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ പഠിച്ചിട്ടുണ്ട്. അത് പ്രകാരം then the mole fraction of the component in vapor phase is given by then y1 is equal to P1 by P totalum y2 equal to P2 by P total ആയിരിക്കും. അല്ലെങ്കിൽ P1 equal to y1 into P total, P2 equal to y2 into P total. അത് നമ്മൾ ഡാൽട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ പഠിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ഓർത്ത് വെക്കണം. അത് ഉപയോഗിച്ചുള്ള പ്രോബ്ലംസ് ടെക്സ്റ്റ് ബുക്ക് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ ഇസ് ഡിഫറെന്റ് ഫ്രം ദാറ്റ് ഓഫ് പ്യുവർ സോൾവെന്റ്. നെയിം ദി ലോ വിച്ച് ഹെൽപ്പ് ടു ഡിറ്റർമൈൻ ദി പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് എ വോളറ്റൈൽ കമ്പോണന്റ് ഇൻ എ സൊല്യൂഷൻ. പഠിച്ചല്ലോ ലോയുടെ പേര്. സ്റ്റേറ്റ് ദി അബോവ് ലോ. ആ അബോവ് ലോ ഐ മീൻസ് റൗട്ട്സ് ലോ നിങ്ങൾ സ്റ്റേറ്റ് ചെയ്യുക. വേപ്പർ പ്രഷർ ഓഫ് ക്ലോറോഫോം ആൻഡ് ഡൈക്ലോറോം ഇതിന് 298 Kelvin are 200 mm of Hg and 415 mm of Hg respectively. Calculate the vapor pressure of solution prepared by mixing 24 gram of chloroform and 17 gram of dichloromethane at 298 Kelvin. ഒരു കാര്യം വെച്ചാൽ നിങ്ങൾ ഇത്ര ചെയ്തിട്ടുള്ളൂ. ക്ലോറോഫോമും മിക്സ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ഡൈക്ലോറോമീഥേനും മിക്സ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ ക്ലോറോഫോമിൻ്റെ പ്യുവർ ആയിട്ടുള്ള വാല്യൂ ദാറ്റ് ഇസ് PC0 ഓഫ് ക്ലോറോഫോമിൻ്റെ വാല്യൂ ആണ്. പ്യുവർ ആയിട്ടുള്ള വാല്യൂ എത്രയാണ്? 200 mm Hg അല്ലേ? നിങ്ങളിതിനെ ATM ആക്കി മാറ്റുകയൊന്നും ചെയ്യണ്ട. കാരണം നിങ്ങൾ ഉത്തരം എന്തിൽ കണ്ടുപിടിച്ചാൽ മതി? mm of Hg തന്നെ കണ്ടുപിടിച്ചാൽ മതി. അതേപോലെ തന്നെ PC0 ഓഫ് ഡൈക്ലോറോമീഥേൻ്റെ വാല്യൂ എത്രയാണ്? 415 mm ആണ്. അതിനെ മാറ്റേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം,
ഇനി നമുക്ക് അടുത്ത വേണ്ടത് x1 x2 ആണ് അല്ലേ. x1ഉം x2ഉം കിട്ടണമെങ്കിൽ നമുക്ക് n1ഉം n2ഉം കിട്ടട്ടെ. പക്ഷേ n1ഉം n2 തന്നിട്ടില്ല, പക്ഷേ വെയിറ്റ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ n ഓഫ് ക്ലോറോഫോമിൻ്റെ വാല്യൂ നമ്മളിങ്ങനെ ചെയ്യാം, തന്ന വെയിറ്റ് ഡിവൈഡ് ബൈ മോളിക്കുലർ വെയിറ്റ് അല്ലേ n ഓഫ് ക്ലോറോഫോം. തന്ന വെയിറ്റ് എത്രയാണെന്നറിയാം, 24 ഗ്രാം ഡിവൈഡഡ് ബൈ, ഇനി ഇതിൻ്റെ മോളിക്കുലർ വെയിറ്റ് തന്നിട്ടില്ല, നിങ്ങൾ കണ്ടുപിടിക്കണം. CHCl3 ആണ് നമ്മുടെ ഫോർമുല. അങ്ങനെയാകുമ്പോൾ കാർബൺ 12 ആണ്, പ്ലസ് ഹൈഡ്രജൻ 1 ആണ്, ക്ലോറിൻ 35.5, അങ്ങനത്തെ 3 എണ്ണം ഉണ്ട്. ഇത് ചെയ്താൽ കിട്ടുക 119.5 ആണ് കിട്ടുക. അങ്ങനെയാകുമ്പോൾ ദാറ്റ് ഈസ് 119.5. ഇത് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 24 ഡിവൈഡ് ബൈ 119.5 കിട്ടുമ്പോൾ ഏകദേശം ഇതൊരു 120 ആക്കി എടുക്കുകയാണെങ്കിൽ ഇത് 240 ആണെങ്കിൽ 2 ആ കിട്ടുക. പക്ഷേ 24 ആയതുകൊണ്ട് 0.2 അല്ലെങ്കിൽ കാൽക്കുലേറ്ററിൽ അടിച്ച് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 0.2 ആണ് ഇവിടുത്തെ ആൻസർ കിട്ടുക. അതേപോലെ തന്നെ ഈ n ഓഫ് ആരും കാണണം, ഡൈക്ലോറോമീഥേൻ്റെ വാല്യൂ കാണണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 17 ഡിവൈഡഡ് ബൈ, ഇതുപോലെ ഇതിൻ്റെ ഫോർമുല വെച്ചിട്ട് നിങ്ങൾ ഇതിൻ്റെ മോളിക്കുലർ വെയിറ്റ് കണ്ടുപിടിക്കുമ്പോൾ ഇത്രയാണ് കിട്ടുക, 85 ആ കിട്ടുക. ഇത് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ 0.2 തന്നെ. അങ്ങനെയാകുമ്പോൾ എക്സ് ഓഫ് ക്ലോറോഫോം കാണാം അല്ലേ. എക്സ് ഓഫ് ക്ലോറോഫോം ഈസ് ഈക്വൽ ടു 0.2 ഡിവൈഡഡ് ബൈ 0.2 പ്ലസ് 0.2. അപ്പം ചെയ്താൽ കിട്ടുന്ന ആൻസർ 0.5 ആണ് ആൻസർ കിട്ടുക. അങ്ങനെയാകുമ്പോൾ മറ്റേത് എത്ര തന്നെയായിരിക്കണം, 0.5 തന്നെ ആയിരിക്കണം, കാരണം ഇത് രണ്ടും കൂട്ടിയാൽ കിട്ടുന്ന വാല്യൂ 1 ആയിരിക്കണം. ഓക്കെ, ഇനി ഒരു മനസ്സിലാക്കി, ഇനി നമ്മൾ റൗട്ട്സ് ലോയിലേക്ക് പോവാം. കാൽക്കുലേറ്റ് വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പം പി ടോട്ടലാണ് കാണേണ്ടത്. ഇപ്പം പി ടോട്ടൽ കാണണമെങ്കിൽ യു നീഡ് P0 ഓഫ് ക്ലോറോഫോം ഇൻറ്റു എക്സ് ഓഫ് ക്ലോറോഫോം പ്ലസ് P0 ഓഫ് ആര് ഡൈക്ലോറോമീഥേൻ ഇൻറ്റു എക്സ് ഓഫ് ഡൈക്ലോറോമീഥേൻ കാണണം. ദാറ്റ് ഈസ് ഈക്വൽ ടു P0 എത്രയാ വാല്യൂ 200 ഇൻറ്റു എക്സ് ഓഫ് ക്ലോറോഫോം കിട്ടി 0.5 പ്ലസ് P0 ഓഫ് ഡൈക്ലോറോമീഥേൻ എത്രയാണ് തന്നിരിക്കുന്നത് 415 ആണ്. 415 ഇൻറ്റു എത്ര തന്നെ 0.5. ഇത് ചെയ്താൽ കിട്ടുന്ന ആൻസർ ആയിരിക്കും അവിടുത്തെ പാർഷ്യൽ പ്രഷർ ഓഫ് എന്തെന്ന് കാൽക്കുലേറ്റ് വേപ്പർ പ്രഷർ ഓഫ് ദി സൊല്യൂഷൻ. സൊല്യൂഷൻ്റെ മൊത്തം പ്രഷറിനെ പറയുക പി ടോട്ടൽ എന്നാണ് നമ്മൾ പറയുക. സൊല്യൂഷൻ ആകുമ്പം പി ടോട്ടൽ ആയിരിക്കും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വാട്ട് ഈസ് ഐഡിയൽ സൊല്യൂഷൻ ആണ്. ദ സൊല്യൂഷൻ വിച്ച് ഒബേസ് റൗട്ട്സ് ലോ ഈസ് നോൺ ആസ് ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇതൊരു എ എന്ന് പറയുന്ന സോൾവെന്റ്, ഇത് ബിയും ആയിക്കോട്ടെ, എയും ബിയും തൽക്കാലത്തൊക്കെ 1ഉം 2ഉം ആയിട്ട് ഞാൻ എയും ബിയും ഒക്കെ എടുക്കാം. നൗ എയുടെ വേപ്പർ പ്രഷറാണ് P0 എയുടെ വാല്യൂ 10, P0 ബിയുടെ വാല്യൂ 12. നൗ എക്സയുടെ വാല്യൂ ഇത് രണ്ടും ഞാൻ മിക്സ് ആക്കി, എയും ബിയും മിക്സ് ആക്കി സൊല്യൂഷൻ ആക്കി മാറ്റുന്ന വിചാരിക്കുക. അങ്ങനെയാകുമ്പോൾ എക്സയുടെ വാല്യൂ 0.5 എന്ന് വിചാരിക്കുക, എക്സ് ബി 0.5 ആയിക്കോട്ടെ. റൈറ്റ്, ഇതൊരു കാര്യം ചെയ്യാം, ഞാൻ ഈ പി എയുടെ വാല്യൂം പി ബിയുടെ വാല്യൂം നമ്മൾ എക്സ്പെരിമെൻ്റലി കാൽക്കുലേറ്റ് ചെയ്യുക. ഐ മീൻസ് ഒരു ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ചുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് കിട്ടി പി എയുടെ വാല്യൂ 5 കിട്ടി, പി ബിയുടെ വാല്യൂ 6 കിട്ടി എന്ന് വിചാരിക്കുക. എക്സ്പെരിമെൻ്റലി കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന വാല്യൂ PA 5 PB 6 ആയിക്കോട്ടെ. ഇനി റൗട്ട്സ് ലോ പ്രകാരം നമുക്ക് കിട്ടേണ്ട വാല്യൂ എങ്ങനെയായിരുന്നു, PA ഷുഡ് ബി ഈക്വൽ ടു P0 A ഇൻറ്റു എക്സ് എ ആയിരിക്കണം അല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞ 1ഉം 2ന് പകരം എയും ബിയും കൊടുത്തത് മാത്രമേ ഉള്ളൂ. P0 A ഇൻറ്റു എക്സ് എ ആയിരിക്കണം. P0 എയുടെ വാല്യൂ എത്രയായിരുന്നു 10 ആണ്, എക്സയുടെ വാല്യൂ 0.5 ആയി, വിൽ ഗെറ്റ് 5 അല്ലേ. അപ്പം റൗട്ട്സ് ലോ പ്രകാരം പി എയുടെ വാല്യൂ 5 ആയിരിക്കണം. കിട്ടിയ ആൻസറും 5 ആണ്. അതേപോലെ തന്നെ പി ബിയുടെ വാല്യൂ റൗട്ട്സ് ലോ പ്രകാരം ഷുഡ് ബി ഈക്വൽ ടു P0 B ഇൻറ്റു എക്സ് ബി ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര 12 ഇൻറ്റു 0.5 ഈസ് ഈക്വൽ ടു 3 ആയിരിക്കും, 6 ആയിരിക്കണം. അപ്പം റൗട്ട്സ് ലോ പ്രകാരം കിട്ടേണ്ട വാല്യൂയും എക്സ്പെരിമെൻ്റലി കിട്ടിയ വാല്യൂയും ഈക്വൽ ആണെങ്കിൽ എനിക്ക് പറയാം ഈ സൊല്യൂഷൻസ് റൗട്ട്സ് ലോ എന്ന് പറയുന്ന ഇക്വേഷൻസ് അനുസരിക്കുന്നെന്ന് പറയാൻ പറ്റുമല്ലോ. അതിനാണ് നമ്മൾ പറയുക ദാറ്റ് ഈസ് ദിസ് സൊല്യൂഷൻ ഒബേസ് എന്ത് ലോ, റൗട്ട്സ് ലോ എന്ന് പറയാൻ പറ്റും. അങ്ങനെ റൗട്ട്സ് ലോ ഒബേ ചെയ്യുന്ന സൊല്യൂഷന് പറയുന്ന പേരാണ് വി കോൾ ഇറ്റ് ആസ് ഐഡിയൽ സൊല്യൂഷൻ എന്നാ പറയാം. മാത്രമല്ല 2 കണ്ടീഷനും കൂടി സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് ഡെൽറ്റ വി മിക്സിങ് ഇത്തരം സൊല്യൂഷന്റെ കേസിൽ 0 ആയിരിക്കണം. അതേപോലെ തന്നെ ഡെൽറ്റ എച്ച് മിക്സിങ്ങും 0 ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ഇതൊരു 20 ml ആയിക്കോട്ടെ, ഇതും എത്ര തന്നെ 20 ml ആയിക്കോട്ടെ. ഇയാൾ രണ്ടുപേരെ ഞാൻ മിക്സ് ആക്കുക, ഇത് സൊല്യൂഷൻ ആക്കി മാറ്റിയപ്പോൾ നിങ്ങൾക്ക് 40 ml ആണ് കിട്ടിയെന്ന് വിചാരിക്കുക. അത് രണ്ടും മിക്സ് ആക്കുമ്പോൾ 40 ml കിട്ടുന്ന വിചാരിക്കുക. എല്ലായ്പ്പോഴും 40 ml കിട്ടണമെന്ന് നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് 40 ml ആണ് കിട്ടുന്നത് എങ്കിൽ ഫൈനൽ വോളിയം 40, ഇനീഷ്യൽ വോളിയം 20 + 20 എത്രയാ
40 അല്ലേ? അപ്പോൾ 40 - 40 വിൽ ഗെറ്റ് 0 അല്ലടോ? അതിനാ പറയാ ഡെൽറ്റ വി മിക്സിംഗിന്റെ വാല്യൂ 0 ഇനി ഡെൽറ്റ വിക്ക് മിക്സിന്റെ വാല്യൂ 0 അല്ലാത്ത കേസ് നമുക്ക് അടുത്ത പറയുന്നത് മനസ്സിലായിക്കോളും. ഇനി ഡെൽറ്റ എച്ച് മിക്സിംഗിന്റെ കാര്യവും 0 ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എച്ച് മീൻസ് ഒന്നുകിൽ പോസിറ്റീവ് ആകാം അല്ലെ നെഗറ്റീവ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പോസിറ്റീവ് മീൻസ് എൻഡോതെർമിക് ആയിരിക്കും, നെഗറ്റീവ് മീൻസ് എക്സോതെർമിക് ആയിരിക്കും. പക്ഷേ ഈ കേസിൽ ഡെൽറ്റ എച്ച് മിക്സിംഗിന്റെ വാല്യൂ 0 ആയിരിക്കണം. എന്ത് സൊല്യൂഷന്റെ കേസിൽ? ഐഡിയൽ സൊല്യൂഷന്റെ കേസിൽ. ആ കാര്യം ഓർത്ത് വെക്കണം. ഇനി ഇത്തരം സൊല്യൂഷന് ഒരു പ്രത്യേകത ഉണ്ട്. അതിന്റെ പ്രത്യേകത എന്താ അറിയോ? ഇപ്പൊ എ എന്ന് പറയുന്ന സോൾവെന്റ് എടുക്കും. അങ്ങനെയാകുമ്പോൾ അവിടുത്തെ എ മോളിക്കൂൾ തമ്മിൽ അട്രാക്ഷൻ ഉണ്ടാവും. ബി എന്ന് പറയുന്ന മറ്റൊരാൾ എടുക്കുക. അപ്പൊ ബി മോളിക്കൂൾ തമ്മിൽ അട്രാക്ഷൻ ഉണ്ടാവും. ഇവന്മാരെ മിക്സ് ആക്കിയിട്ട് A+Bയുടെ സൊല്യൂഷൻ ആക്കി മാറ്റിയാൽ അപ്പൊ എ ബി ഇവർ തമ്മിലുള്ള അട്രാക്ഷൻ അല്ലേ ഉണ്ടാവുക? എയും ബിയും തമ്മിൽ അട്രാക്ഷൻ ഉണ്ടാവുക. ഒരു ഐഡിയൽ സൊല്യൂഷൻ ആണെങ്കിൽ എ അട്രാക്ഷനും ബി അട്രാക്ഷനും വിൽ ബി ഓൾമോസ്റ്റ് ഈക്വൽ ടു എന്ത് അട്രാക്ഷൻ ആണ്? AB അട്രാക്ഷൻ ഈക്വൽ ആയിരിക്കും. ആ കാര്യം ഓർത്ത് നോക്കണം. സാധാരണയായിട്ട് ഐഡിയൽ എന്ന വാക്കിന്റെ അർത്ഥം നമുക്കൊരു ഇമേജിനറിയാണ്. അതുകൊണ്ട് തന്നെ ദർ ഇസ് നോ പെർഫെക്റ്റ് ഐഡിയൽ സൊല്യൂഷൻ. പക്ഷേ ഏകദേശം ഐഡിയൽ സൊല്യൂഷൻ കാണിക്കുന്ന കുറച്ച് സൊല്യൂഷൻ എക്സാമ്പിൾ പറയാം. ദാറ്റ് ഈസ് വൺ ഈസ് എൻ ഹെക്സൈന് പ്ലസ് പിന്നെ എൻ ഹെപ്റ്റൈൻ പോലത്തെ. ഇതിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാം. ഹെക്സൈനും ഹെപ്റ്റൈനും അടുത്തടുത്ത സ്പീഷീസാണ്. 6 കാർബൺ ആറ്റമുള്ള മോളിക്കൂൾ ഹെക്സൈൻ, 7 കാർബൺ ആറ്റമുള്ള മോളിക്കൂൾ ഹെപ്റ്റൈൻ. അടുത്തടുത്ത ചില കമ്പണന്റുകൾക്ക് ഐ മീൻസ് ഓൾമോസ്റ്റ് സിമിലർ പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള സോൾവെന്റുകൾ മിക്സ് ആക്കിയിട്ട് സൊല്യൂഷൻ ആക്കി മാറ്റിയാൽ ദേ കൻ ഷോസ് ഓൾമോസ്റ്റ് ഐഡിയൽ സൊല്യൂഷൻ കാണിക്കാൻ പറ്റുകയും ചെയ്യും. ഓക്കെ, ഈ കാര്യമാണ് നിങ്ങൾ എഴുതി വെക്കേണ്ടത്. ഐഡിയൽ സൊല്യൂഷൻ ഇറ്റ് ഈസ് എ സൊല്യൂഷൻ വിച്ച് ഒബെയ്സ് റൗട്ട്സ് ലോ. അങ്ങനെ പറഞ്ഞാൽ അതിനുശേഷം ദാറ്റ് ഈസ് PA ഈക്വൽ ടു P0A ഇൻറ്റു XA, PB ഈക്വൽ ടു P0B ഇൻറ്റു XB ആണ്. ആൻഡ് ഡെൽറ്റ എച്ച് മിക്സിംഗ് ഈക്വൽ ടു 0 എൻ്റെ ബ്രാക്കറ്റ് കൊടുക്കുക. നൈദർ എക്സോതെർമിക് നോർ എൻഡോതെർമിക്. ഡെൽറ്റ ബി മിക്സിംഗ് ഈസ് ഈക്വൽ ടു 0 എൻ്റെ ബ്രാക്കറ്റിൽ വേണമെങ്കിൽ കൊടുക്കുക. ദർ ഈസ് നോ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ വോളിയം. ഇതിൻ്റെ റീസൺ എന്താ പറയുക? AA interaction and BB interaction will be equal to AB interaction എന്നുള്ള കാര്യം എഴുതിയേക്കുക. ഹിയർ AA interaction and BB interaction will be equal to AB interaction. എക്സാമ്പിൾ N-hexane N-heptane, N-hexane പ്ലസ് N-heptane, ക്ലോറോമീഥേൻ പ്ലസ് ബ്രൊമോമീഥേൻ, പിന്നെ ബെൻസീൻ പ്ലസ് ടോളുവിൻ. ഈ എക്സാമ്പിൾസ് നിങ്ങൾ ഓർത്ത് നോക്കുക. ഇത് ഇതിനേക്ക് മാർക്ക് തരും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നോൺ ഐഡിയൽ സൊല്യൂഷൻസ് ആണ്. അത് 2 തരത്തിലുണ്ട്. വൺ ഇസ് വി കോൾഡ് സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷനും നെക്സ്റ്റ് വൺ ഈസ് സൊല്യൂഷൻ ഷോയിങ് നെഗറ്റീവ് ഡീവിയേഷനും. അപ്പോൾ എന്താണ് ഈ കാര്യം? വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. യുനോ ഒരു സോൾവെന്റ് എ, ബി എന്ന് പറഞ്ഞ മറ്റൊരു സോൾവെന്റ് P0യുടെ വാല്യൂ 10, P0Bയുടെ വാല്യൂ 12 ആയിക്കോട്ടെ സൊല്യൂഷൻ ആക്കി മാറ്റി A+B ആക്കി മാറ്റി XAയുടെ വാല്യൂ 0.5, XBയുടെ വാല്യൂ 0.5 ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാകുമ്പോൾ റൗട്ട്സ് ലോ പ്രകാരം അവിടുത്തെ PAയുടെ വാല്യൂ എത്രയായിരിക്കണം? 10 ഗുണിക്കണം 0.5, യു ഷുഡ് ഗെറ്റ് 5 കിട്ടണം. PBയുടെ വാല്യൂ 12 ഗുണിക്കണം 0.5, 6 കിട്ടണം. പക്ഷേ നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കി. എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കുമ്പോൾ പിയുടെ വാല്യൂ കിട്ടിയിരിക്കുന്നത് 5.5 ആണെന്നിരിക്കാം. എക്സ്പെരിമെന്റലി 5.5. അതേപോലെ തന്നെ PBയുടെ വാല്യൂ 6.5 കിട്ടിയെന്നിരിക്കാം. നിങ്ങൾ നോക്ക്. അങ്ങനെയാണെങ്കിൽ ഈ PAയുടെ വാല്യൂം PBയുടെ വാല്യൂം റൗട്ട്സ് ലോ പ്രകാരം പറഞ്ഞ ഉത്തരമല്ല കിട്ടിയിരിക്കുന്നത്. റൗട്ട്സ് ലോ പറഞ്ഞതിനേക്കാൾ കൂടുതലായിട്ട് ഉത്തരമാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ PAയുടെ വാല്യൂ ഐ മീൻസ് എക്സ്പെരിമെന്റിൽ കിട്ടുന്ന ഈ വാല്യൂ ഇഫ് ഇറ്റ് ഈസ് ഹയർ ദാൻ P0A ഇൻറ്റു XA, എയും നേരത്തെ 1 2 പറഞ്ഞ് AB കൊടുത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ. P0Aയും XAയും മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന വാല്യൂവിനേക്കാൾ കൂടുതലുള്ള വാല്യൂ ആണ് എക്സ്പെരിമെന്റിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നതെങ്കിൽ എനിക്ക് പറയാൻ പറ്റും ഈ സൊല്യൂഷൻ റൗട്ട്സ് ലോ ഒബേ ചെയ്യുന്നില്ല. റൗട്ട്സ് ലോ പറഞ്ഞിരിക്കുന്നത് ഇതും മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന വാല്യൂ ആയിരിക്കണം Pയുടെ വാല്യൂ എന്നുള്ള കാര്യം. സിമിലർലി PB ഹയർ ദാൻ P0B ഇൻറ്റു എന്തുവാണ്? XB ആണ്. അതായത് മീൻസ് ഇത് രണ്ടും മൾട്ടിപ്പിൾ ചെയ്താൽ കിട്ടുന്ന വാല്യൂ അല്ല എക്സ്പെരിമെന്റിൽ കിട്ടിയിരിക്കുന്ന വാല്യൂ. അങ്ങനെയാണെങ്കിൽ ഈ സൊല്യൂഷൻ റൗട്ട്സ് ലോ ഒബേ ചെയ്യുന്നില്ല. അത്തരം സൊല്യൂഷൻ എന്നാ പറയാം നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്നാ പറയാം. എന്തുകൊണ്ട് ഇതിനെ പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറയാൻ കാരണം നമ്മൾ വിചാരിച്ച വാല്യൂവിനേക്കാൾ കൂടുതൽ വാല്യൂ ആണ് കിട്ടിയിരിക്കുന്ന എക്സ്പെരിമെന്റിൽ കിട്ടിയിരിക്കുന്ന വാല്യൂ. അതിനുകൊണ്ടാണ് ഇതിനെ പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറയാൻ കാരണം. മാത്രമല്ല വേറെ പ്രത്യേകത കൊണ്ടുണ്ട്. ഡെൽറ്റ വി മിക്സിങ് എന്തായിരിക്കും എന്ന് അറിയാം? ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും എന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവില്ല. അതായത് ഇത് 20 ml, ഇത് 20 ml ആണെങ്കിൽ ഇത് രണ്ടും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 40 ആണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ കേസിൽ എനിക്ക് ഒരു 41 ml കിട്ടുക. 41 ml കിട്ടും. 41 ml കിട്ടുകയാണെങ്കിൽ ഫൈനൽ വോളിയം 41, ഇനീഷ്യൽ വോളിയം 20 + 20. അപ്പോൾ 41 20 + 20 കുറച്ചാൽ കിട്ടുന്ന വാല്യൂ 1 അല്ലടോ? അത് പോസിറ്റീവ് വാല്യൂ ആണ്. അതായത്
ഹയർ ദാൻ 0 ആണ്. മാത്രമല്ല ഡെൽറ്റ എച്ച് മിക്സിങ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഡെൽറ്റ എച്ച് മിക്സിങ് എന്ത് വാല്യൂ ആയിരിക്കും അറിയോ? പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. എന്താ ഈ പോസിറ്റീവ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ഐ മീൻസ് എൻഡോതെർമിക് ആയിരിക്കും. അപ്പോൾ എല്ലാം പോസിറ്റീവ് ആയിരിക്കും. സൊല്യൂഷൻ ഷോയിങ് എന്ത് ഡീവിയേഷൻ? പോസിറ്റീവ് ഡീവിയേഷൻസ്. ഇനി ഒരു കാര്യം മനസ്സിലാക്കുക, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പ്രത്യേകത നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ എ ഇന്ററാക്ഷൻ ഉണ്ട്, ഇവിടെ എന്ത് ഇന്ററാക്ഷൻ ആണ്? ബി ഇന്ററാക്ഷൻ ഉണ്ട്, ഇവർ തമ്മിൽ AB ഇന്ററാക്ഷൻ ഉണ്ട്. ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് ഈ കേസിൽ എ ഇന്ററാക്ഷനും ബി ഇന്ററാക്ഷനും, ഐ മീൻസ് എയും ബിയും തമ്മിൽ ഇന്ററാക്ഷൻ. ഉദാഹരണം, ഇവിടെ ഇപ്പം 20, ഇവിടെ 20, ഇവിടെ 41 ആയിട്ട് മാറുകയാണെങ്കിൽ എയും ബിയും തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് കുറവായിരിക്കും. അതുകൊണ്ടാണ് അവ വികസിച്ച് നിൽക്കുന്നത്. അതുകൊണ്ടാണ് 41 ml ആയിരിക്കുന്നത്. ഇപ്പൊ എനിക്ക് പറയാം AB അട്രാക്ഷൻ വിൽ ബി ലെസ് ദാൻ ആരെക്കാട്ടും? എനെക്കാട്ടും ബിനെക്കാട്ടും കുറവായിരിക്കും ഈ AB അട്രാക്ഷൻ. അതുകൊണ്ടാണ് 40 ml പകരം ഒരു 41 ml ആയിട്ട് മാറിയിട്ടുള്ളത്. ദാറ്റ് മീൻസ് പോസിറ്റീവ് ഡീവിയേഷന്റെ പ്രത്യേകത AB അട്രാക്ഷൻ വിൽ ബി ലെസ് ദാൻ എ ആൻഡ് ബി അട്രാക്ഷൻ ആണ്. ഇതിന്റെ എക്സാമ്പിൾസ് ഞാൻ നോട്ട് പറയാം. ഓക്കെ, നിങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് എഴുതി വെക്കുന്നത്. നോൺ ഐഡിയൽ സൊല്യൂഷൻ 2 ടൈപ്സ്. നമ്പർ 1 സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ. എന്നിട്ട് പറയാം എക്സ്പെരിമെന്റൽ വാല്യൂ ഓഫ് പാർഷ്യൽ പ്രഷർ ഈസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് എക്സ്പെക്ടഡ് ബൈ റൗട്ട്സ് ലോ. ദാറ്റ് ഈസ് PA ഹയർ ദാൻ P0A into XA, PB ഹയർ ദാൻ P0B into XB. And delta B mixing positive, delta H mixing positive. Bracket കൊടുക്കുക endothermic. Here AB interaction is less than AA and BB interaction. Example, alcohol plus water, acetone plus CS2, CCl4 plus toluene, methanol plus water. ഈ കാര്യം നിങ്ങൾ എഴുതി വെക്കുക. അതിനുശേഷം നമ്മൾ ഗ്രാഫ് വരക്കുക. അപ്പം നമുക്ക് എങ്ങനെയാണ് ഗ്രാഫ്? ഇവിടെ കുറേ ഡോട്ടഡ് ലൈൻസ് വരച്ചിട്ടില്ലേ? ഇത് ആരുടെ ഗ്രാഫാണെന്നറിയോ? റൗട്ട്സ് ലോ പ്രകാരം നമുക്ക് ഒരു ഐഡിയൽ സൊല്യൂഷന് കിട്ടേണ്ട ഗ്രാഫാണ് ഈ വരച്ചിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന പോസിറ്റീവ് ഡീവിയേഷൻ സൊല്യൂഷന് കിട്ടുന്ന ഗ്രാഫ് വിൽ ബി ജസ്റ്റ് ലൈക്ക് ദിസ് വൺ. ഇങ്ങനെയാണ് ഉണ്ടാവുക കേട്ടോ. ദാറ്റ് ഈസ് ഇങ്ങനത്തെ ഒരു ഗ്രാഫാണ്. അതായത് നമ്മൾ പ്രതീക്ഷിച്ച വാല്യൂ ഇതാണ്, പക്ഷെ അതിനേക്കാൾ കൂടുതലല്ലേ പോസിറ്റീവ് ഡീവിയേഷൻ്റെ കേസിൽ ആ കിട്ടിയിരിക്കുന്ന വാല്യൂ ആണ് റെഡ് കളറിൽ വരച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ PBയുടെ വാല്യൂ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ പ്രതീക്ഷിച്ചതിനേക്കാൾ മേലെ വരക്കുന്നു. അതേപോലെ തന്നെ ടോട്ടലിൻ്റെ വാല്യൂ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതലായിട്ടാണ് നമുക്ക് കിട്ടുക. ഇങ്ങനെയാണ് വരക്കേണ്ടത്. ദാറ്റ് മീൻസ് എക്സ്പെക്റ്റഡ് വാല്യൂ ഇത്, പക്ഷേ യഥാർത്ഥത്തിലുള്ള വാല്യൂ ഇത്. എക്സ്പെക്റ്റഡ് വാല്യൂ ഇത്, അതിനേക്കാൾ മേലെ ഇത്. എക്സ്പെക്റ്റഡ് വാല്യൂ അതിനേക്കാൾ മേലെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇതാണ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് സൊല്യൂഷൻ ഷോയിങ് എന്ത് ഡീവിയേഷൻ? പോസിറ്റീവ് ഡീവിയേഷൻ. ഓക്കെ, ഇനി രണ്ടാമത്തെ നോൺ ഐഡിയൽ സൊല്യൂഷൻ ആണ് സൊല്യൂഷൻ ഷോയിങ് നെഗറ്റീവ് ഡീവിയേഷൻ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ അതുപോലെ തന്നെയാണ്. P0യുടെ വാല്യൂ 10, P0Bയുടെ വാല്യൂ 12. ഇപ്പം PAയുടെ വാല്യൂ അക്കോർഡിംഗ് ടു റൗട്ട്സ് ലോ ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു 5 ആയിരിക്കണം. PBയുടെ വാല്യൂ അക്കോർഡിംഗ് ടു റൗട്ട്സ് ലോ ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു 6 ആയിരിക്കണം. കാരണം XA 0.5ഉം XB 0.5 ആണ്. പക്ഷേ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ 5 കിട്ടേണ്ടതിന് പകരം നിങ്ങൾക്ക് 4.5 കിട്ടിയെന്നിരിക്കുക. വിചാരിച്ചതിനേക്കാൾ, ഐ മീൻസ് റൗട്ട്സ് ലോ പറഞ്ഞതിനേക്കാൾ കുറവാണ്. PBയുടെ വാല്യൂ ഒരു ദാറ്റ് ഈസ് 5.5ഉം കിട്ടുന്ന വിചാരിക്കുക. പ്രതീക്ഷിച്ച വാല്യൂവിനേക്കാൾ കുറവാണ്. അപ്പം എനിക്ക് പറഞ്ഞൂടെ ദാറ്റ് ഈസ് PAയുടെ വാല്യൂ എക്സ്പെരിമെന്റലി കിട്ടിയ വാല്യൂ P0Aയും XAയും മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന വാല്യൂവിനേക്കാൾ കുറവാണ് PAയുടെ വാല്യൂ. സിമിലർലി PB ലെസ് ദാൻ P0B ഇൻറ്റു എന്തുവാണ്? XB ആയിരിക്കും. റെഡി? മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഡെൽറ്റ B മിക്സിങ്ങിൻ്റെ വാല്യൂ ഇസ് ഈക്വൽ ടു നെഗറ്റീവ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇത് 20, ഇത് 20 40 ആയേ. പ്രതീക്ഷിക്കുന്ന 40 അല്ലേ മിക്സ് ആയി കഴിഞ്ഞാൽ, പക്ഷേ മിക്സ് ആക്കിയാൽ 40 അല്ല നമുക്ക് കിട്ടുക, ചിലപ്പം 39 ആണ് കിട്ടുക. അങ്ങനെയാണെങ്കിൽ ഫൈനൽ വോളിയം 39, ഇനീഷ്യൽ വോളിയം 20 + 20 40, 39 - 40 വിൽ ഗെറ്റ് -1 അല്ലേ? ദാറ്റ് ഈസ് എ നെഗറ്റീവ് വാല്യൂ കിട്ടിയിരിക്കുക. ഡെൽറ്റ ബി മിക്സിങ്ങിൻ്റെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. അതേപോലെ തന്നെ ഡെൽറ്റ എച്ച് മിക്സിങ്ങിൻ്റെ വാല്യൂ എത്രയെന്നറിയാം? എഗെയിൻ നെഗറ്റീവാണ്. ദാറ്റ് ഈസ് എക്സോതെർമിക് ആയിരിക്കും ഈ പ്രോസസ്സിന്. ഇനി ഒരു കാര്യം നിങ്ങൾ ഓർത്ത് നോക്കണം. എ തമ്മിലുള്ള അട്രാക്ഷൻ ഉണ്ട്, BB തമ്മിലുള്ള അട്രാക്ഷൻ ഉണ്ട്, AB തമ്മിലുള്ള അട്രാക്ഷൻ ഉണ്ട്. 20യും 20യും കൂട്ടിയിട്ട് 39 അല്ലേ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും AB തമ്മിലുള്ള അട്രാക്ഷൻ വളരെ കൂടുതലായതുകൊണ്ടായിരിക്കും ഇവിടെ വോളിയം കുറഞ്ഞിട്ടുണ്ടാവുക. ദാറ്റ് മീൻസ് വി ക്യാൻ സേ ദാറ്റ് ഹിയർ AB അട്രാക്ഷൻ ഈസ് ലെസ് ദാൻ ആരെക്കാട്ടും?
എ ആൻഡ് ബി ബി. അതായത് എ മോളിക്കൂൾ തമ്മിലുള്ള അട്രാക്ഷനേക്കാളും ബി ബി മോളിക്കൂൾ തമ്മിലുള്ള അട്രാക്ഷനേക്കാളും ഹയർ ദാൻ ആർക്ക്? എ ബിക്ക് ഹയർ ആയിരിക്കും. അതായത് എ ബിയുടെ എ മോളിക്കൂളും ബി മോളിക്കൂളും തമ്മിലുള്ള അട്രാക്ഷൻ വെരി സ്ട്രോങ് ആയിരിക്കും ഇവന്മാർ തമ്മിലുള്ള അട്രാക്ഷനേക്കാൾ. ആ കാര്യം ഓർത്ത് നോക്കുക. എക്സാമ്പിൾസിനാണ് ഓട്ടോ പറയാം. റെഡി? പറയാം സൊല്യൂഷൻ ഷോയിങ് നെഗറ്റീവ് ഡിവിഷൻ. എൻ്റെ പറയാം എക്സ്പെരിമെൻ്റൽ വാല്യൂ ഓഫ് പാർഷ്യൽ പ്രഷർ ഈസ് ലെസ് ദാൻ ആസ് എക്സ്പെക്റ്റഡ് ബൈ റൗട്ട്സ് ലോ. ദാറ്റ് ഈസ് പി എ ലെസ് ദാൻ പി സീറോ എ ഇൻറ്റു എക്സ് എ, പി ബി ലെസ് ദാൻ പി സീറോ ബി ഇൻറ്റു എക്സ് ബി. ഡെൽറ്റ ബി മിക്സിംഗ് നെഗറ്റീവ് ആയിരിക്കും, ഡെൽറ്റ എച്ച് മിക്സിംഗ് നെഗറ്റീവ് ആയിരിക്കും. എന്നിട്ടിങ്ങനെ പറയാം അവിടെ എ ബി ഇൻട്രാക്ഷൻ ഈസ് ഹയർ ദാൻ എ ആൻഡ് ബി ബി ആണ്. എ ബി അല്ലേ, ബി ബി ഇൻട്രാക്ഷൻ. എക്സാമ്പിളായിട്ട് ക്ലോറോഫോം പ്ലസ് അസറ്റോൺ, നൈട്രിക് ആസിഡ് പ്ലസ് H2O, ക്ലോറോഫോം പ്ലസ് ബെൻസീൻ. ഇനി നമ്മളിതിൻ്റെ ഗ്രാഫ് വരക്കണം. ഓക്കെ, ഇത് നേരത്തെ വരച്ച പോലെ തന്നെ ആദ്യം ഡോട്ടഡ് ലൈൻസ് വരക്കുക. ഇത് എക്സ്പെക്റ്റഡ് ബൈ റൗട്ട്സ് ലോ. പക്ഷേ നമുക്ക് യഥാർത്ഥത്തിൽ കിട്ടുന്ന വാല്യൂ എങ്ങനെയാണുള്ളത്? അതിനേക്കാൾ കുറവല്ലേ? അങ്ങനെയാകുമ്പോൾ ആ അടുത്ത ലൈന് നമ്മൾ വരക്കുന്നത് ആ ഡോട്ടഡ് ലൈൻസിൻ്റെ താഴെ. ഓക്കെ, ഇതും അതേപോലെ തന്നെ ഡോട്ടഡ് ലൈൻസിൻ്റെ താഴെ വരക്കണം കേട്ടോ. ഇതും അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ടോട്ടൽ വാല്യൂം ഡോട്ടഡ് ലൈൻസിൻ്റെ താഴെയാക്കി നിങ്ങൾ വരക്കണം. ഇങ്ങനെയാണ് നമ്മൾ വരക്കേണ്ടത്. ടെക്സ്റ്റ് ബുക്കിൽ കുറച്ചും കൂടി നല്ല വൃത്തിയുള്ള ചിത്രങ്ങളുണ്ട്, അത് നോക്കി വരക്കുക. ഇനി എന്താണ് അസിയോട്രോപിക് മിക്സ്ചർ? നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന ഒരു കാര്യമാണേ. ഒരു കാര്യം ചെയ്യാം, ഈ പാത്രത്തിൽ ഈ ഒരു വെസലിൽ നിങ്ങൾ ഒരു 50% വെള്ളവും അതേപോലെ തന്നെ ഒരു 50% ആൽക്കഹോളും എടുക്കുക. എന്നിട്ട് ഇതിനെ ചൂടാക്കുക. നിങ്ങൾക്കറിയാം ആൽക്കഹോൾ എളുപ്പത്തിൽ വേപ്പേഴ്സായിട്ട് മാറും. ആരെക്കാളും മുമ്പേ? വെള്ളത്തിനേക്കാളും മുമ്പേ. അങ്ങനെയാകുമ്പോൾ ആൽക്കഹോളും വേപ്പേഴ്സാവും, വെള്ളവും വേപ്പേഴ്സാവും. കുറേ ആൽക്കഹോളും കുറച്ച് വെള്ളമാണ് വേപ്പേഴ്സായിട്ട് മാറുക. അങ്ങനെയാകുമ്പോൾ ഈ വേപ്പേഴ്സ് ഇവിടെ എത്തിയിട്ട് ഇവിടെ കണ്ടൻസ് ചെയ്യും, തണുക്കുന്നു. അങ്ങനെയാകുമ്പോൾ ഈ പാത്രത്തിൽ നിങ്ങൾ കളക്ട് ചെയ്യുക. കളക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 100% ആൽക്കഹോളൊന്നും കിട്ടുകയില്ല. ഈ പാത്രത്തിൽ നിങ്ങൾക്ക് കിട്ടുക ഒരു 80% ആൽക്കഹോളും അതേപോലെ തന്നെ ഒരു 20% വെള്ളവും കിട്ടും. ഓക്കെ, ഇനി ഒരു കാര്യം ചെയ്യുക, ഇതിനെ നിങ്ങൾ വീണ്ടും ഈ പാത്രത്തിലേക്ക് മാറ്റുക, വീണ്ടും ഇതിലേക്ക് മാറ്റുക. എന്നിട്ട് ഇവിടുന്ന് വീണ്ടും എന്ത് ചെയ്യുക? നമ്മൾ ചൂടാക്കുക. ചൂടാക്കി കഴിഞ്ഞാൽ ഇവിടുത്തെ ആൽക്കഹോളിൻ്റെ പെർസെൻറ്റേജ് കൂടും അല്ലേ? ദാറ്റ് ഈസ് 90% ആൽക്കഹോളും അതേപോലെ തന്നെ 10% വെള്ളമായിട്ട് മാറും. ഇത് നിങ്ങൾ വീണ്ടും ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ട് വീണ്ടും ചൂടാക്കുക. ചൂടാക്കി കഴിഞ്ഞാൽ ഏകദേശം ഞാൻ പറയുന്നു 95% ആൽക്കഹോളും അതേപോലെ തന്നെ 5% വെള്ളമായിട്ട് മാറി. ഇനി ഇതിനെ നിങ്ങൾ എന്ത് ചെയ്യുകയെന്നറിയാം? നിങ്ങൾ വീണ്ടും ഇങ്ങോട്ടേക്ക് മാറ്റുക, എന്നിട്ട് നിങ്ങൾ വീണ്ടും ചൂടാക്കുക. വീണ്ടും ചൂടാക്കിയിട്ട് ഇവിടെ നിങ്ങൾ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കിട്ടുന്ന സൊല്യൂഷൻ എത്ര തന്നെയായിരിക്കും എന്നറിയാം. 95% ആൽക്കഹോളും 5% വെള്ളം തന്നെയാണ് കിട്ടുക. ഇത് നിങ്ങൾ വീണ്ടും ഇങ്ങോട്ടേക്ക് മാറ്റി വീണ്ടും ചൂടാക്കുക. അങ്ങനെ ആകുമ്പോൾ വീണ്ടും ഇത് തന്നെയാണ് കിട്ടുക. ദാറ്റ് മീൻസ് ഈ 95% 5% ആൽക്കഹോൾ എന്ന് പറയുന്ന ആ മിക്സ്ചറിനെ നിങ്ങൾ ചൂടാക്കിയാൽ എന്താണോ താഴത്തെ അവസ്ഥയിലുണ്ടായിരുന്ന അതിൻ്റെ ഒരു കോമ്പോസിഷൻ മീൻസ് എൻ്റെ പെർസെൻറ്റേജ്, അത് തന്നെയാണ് വേപ്പേഴ്സായിട്ട് മാറിയിട്ട് തണുപ്പിച്ച് കഴിഞ്ഞാലും നിങ്ങൾക്ക് കിട്ടുന്ന കോമ്പോസിഷൻ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 100% ആൽക്കഹോൾ ഉണ്ടാക്കിയെടുക്കാൻ അത്ര എളുപ്പത്തിൽ പറ്റില്ല. ഈ 95% ആൽക്കഹോൾ 5% വെള്ളത്തിന് പറഞ്ഞ പേരാണ് വി കോൾഡ് ആസ് സ്പിരിറ്റ് എന്ന് പറയട്ടോ. അപ്പോൾ സ്പിരിറ്റാണ് നമുക്ക് പലപ്പോഴായിട്ടും കിട്ടുക. 100% ആൽക്കഹോൾ ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ the solution or the mixture which distills without changes in composition is known as we call it as azeotropic mixture. Therefore 95% alcohol 5% water is an azeotropic mixture, whereas 50% ആൽക്കഹോളും 50% വെള്ളവും എന്തല്ല അസിയോട്രോപിക് മിക്സ്ചർ അല്ല. കാരണം ഇവന്മാരെ ചൂടാക്കിയാൽ 80%ഉം 20% കിട്ടിയിരിക്കുക. പക്ഷേ ഇവന്മാരെ ചൂടാക്കി കഴിഞ്ഞാൽ അത് തന്നെയാണ് നിങ്ങൾക്ക് വീണ്ടും കിട്ടുക. അത്തരം മിക്സ്ചറിന് പറയുന്ന പേരാണ് വി കോൾ ഇറ്റ് ആസ് അസിയോട്രോപിക് മിക്സ്ചർ. ഓക്കെ, ദർ ആർ 2 types ഓഫ് അസിയോട്രോപിക് മിക്സ്ചർ. മനസ്സിലാക്കാം. സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ടോട്ടൽ പ്രഷർ വരച്ചപ്പോൾ ഇതിൻ്റെ ടോപ്പായിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട് അല്ലേ? ഇതല്ലേ ഇതിൻ്റെ ടോപ്പ് പോയിന്റ്? നോക്കണേ, ഈ ടോപ്പ് പോയിന്റ് ഇതാണ് ടോപ്പ് പോയിന്റ്. ടോപ്പായിട്ട് കിട്ടുന്ന പ്രഷർ ഇവിടെയാണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ദർ ഈസ് എ മിക്സ്ചർ ഉണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എക്സ് എയുടെ വാല്യൂ ഒരു 0.05 ആയിക്കോട്ടെ, എക്സ് ബിയുടെ വാല്യൂ ഒരു 0.95 ആയിക്കോട്ടെ. അല്ലെങ്കിൽ തൽക്കാലത്ത് ഞാൻ പറയാം ഒരു 5% എയും 95% ബിയും വരുന്ന ഒരു
ഒരു കോമ്പോസിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക അവിടുത്തെ വേപ്പർ പ്രഷർ ഹയസ്റ്റ് വന്നിരിക്കുന്നത്. ഉദാഹരണം 5% വെള്ളവും 95% ആൽക്കഹോളും വരുന്ന ആ മിക്സ്ചറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഹയസ്റ്റ് ആയിട്ട് വേപ്പർ പ്രഷർ കാണാൻ പറ്റും. നിങ്ങൾക്കറിയാം വേപ്പർ പ്രഷറും ബോയിലിംഗ് പോയിന്റും തമ്മിലുള്ള ബന്ധം. വേപ്പർ പ്രഷറും ബോയിലിംഗ് പോയിന്റും തമ്മിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇഫ് വേപ്പർ പ്രഷർ ഈസ് വെരി മച്ച് ഹൈ ആണെങ്കിൽ ബോയിലിംഗ് പോയിന്റ് വളരെ കുറവായിരിക്കും. അങ്ങനെയാകുമ്പം ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന ഈ കോമ്പോസിനാണ് അവിടുത്തെ അസിയോട്രോപിക് മിക്സ്ചർ. പക്ഷേ ഇവിടുത്തെ ബോയിലിംഗ് പോയിന്റ് വളരെ കുറവായിരിക്കും അല്ലേ. ദെർഫോർ ദിസ് ഇസ് വി കോൾ ഇറ്റ് ആസ് എന്താണെന്നറിയാം, മിനിമം ബോയിലിംഗ്. അതായത് ബോയിലിംഗ് പോയിന്റ് കുറവാണ്. മിനിമം ബോയിലിംഗ് അസിയോട്രോപിക് മിക്സ്ചർ കിട്ടണമെങ്കിൽ ഈ ഗ്രാഫിലെ ടോപ്പ് പോയിന്റ് എടുത്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോമ്പോസ് നിങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ യു ക്യാൻ ഫൈൻഡ് ഔട്ട് മിനിമം ബോയിലിംഗ് അസിയോട്രോപിക് മിക്സ്ചർ. ഓക്കെ, അതേപോലെ സൊല്യൂഷൻ ഷോയിങ് നെഗറ്റീവ് ഡിവിഷനിൽ കാണാൻ പറ്റും. അവിടെ ടോട്ടൽ പ്രഷർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും ലോവസ്റ്റ് പ്രഷർ കിട്ടുന്ന പോയിന്റാണിത് അല്ലേ. അപ്പോൾ ഇതാണ് ലോവസ്റ്റ് പ്രഷർ കിട്ടിയിരിക്കുന്നത്. ആ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു കോമ്പോസിന് ഉണ്ടാവും. അപ്പോൾ എക്സ് എക്ക് കറസ്പോണ്ടിങ് ആയിട്ടൊരു വാല്യൂ ഉണ്ടാവും. അതേപോലെ തന്നെ എക്സ് ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ടൊരു വാല്യൂ ഉണ്ടാവും. അപ്പോൾ ആ കോമ്പോസിഷൻ മിക്സ്ചറും എഗെയിൻ എന്ത് തന്നെയാണ്, അസിയോട്രോപിക് മിക്സ്ചർ തന്നെയാണ്. പക്ഷേ അവിടെ വേപ്പർ പ്രഷർ ലോവസ്റ്റ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. വേപ്പർ പ്രഷർ ലോവസ്റ്റ് ആണെങ്കിൽ ബോയിലിംഗ് പോയിന്റ് എന്തായിരിക്കും, ഹയസ്റ്റ് ആയിരിക്കും. ദോ ദിസ് പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മിക്സ്ചറിന് പറഞ്ഞ പേരാണ് വി കോൾ ഇറ്റ് ആസ് മാക്സിമം ബോയിലിംഗ് അസിയോട്രോപിക് മിക്സ്ചർ. മാക്സിമം boiling azeotropic mixture because here the boiling point will be highest ആയിരിക്കും. under example ടെക്സ്റ്റ് ബുക്ക് പറഞ്ഞിട്ടുള്ളത് 68% നൈട്രിക് ആസിഡും 32% വെള്ളവും എടുക്കുകയാണെങ്കിൽ അത് ഒരു മാക്സിമം ബോയിലിംഗ് അസിയോട്രോപിക് മിക്സ്ചറിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇതോടുകൂടി നമ്മുടെ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ട് ഈസ് ഓവർ. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ആൻസർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.